കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ കർത്താവ്, നല്ലതും മനോഹരവുമായ ഈ രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠം. ആമീനപ്പാ, നിന്റെ പാദപീഠത്തിൽ നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രികാലം വിവിധ ഇടങ്ങളിലായിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയിൽ കർത്താവേ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾ ചേർന്ന് വന്ന് നിന്നെ ആരാധിച്ചു, നിന്നെ മഹത്വപ്പെടുത്തി. എന്നാൽ പ്രത്യേകമായ സാഹചര്യങ്ങൾ നിമിത്തം ഞങ്ങൾ കർത്താവെ വിർച്വലായി സൂമിൽ മറ്റ് മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ നിന്റെ വചനം ശ്രവിപ്പാനും നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ നിന്റെ പാദപീഠത്തിലായിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളുടെ അധ്യക്ഷനായി ഞങ്ങളോട് കൂടി ഇരിക്കണമേ. പരിശുദ്ധാത്മ വചനത്തിന്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പൊരുൾത്തിരിച്ചു തരേണ്ടതിനായി ഞങ്ങൾ അങ്ങേയും ഈ കൺവെൻഷൻ അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി തീരുവാൻ, ഇത് ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, കർത്താവെ അനേകം നിന്റെ സന്നിധിയിലേക്ക് ആമേൻ അടുത്തു വരുന്നതിന് കാരണമായി തീരുവാൻ വേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ എന്തു ചെയ്താലും എല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായി തീരുവാൻ അപ്പാ അവിടുന്ന് ഇടയാക്കേണ്ടതിനായി ഞങ്ങളുടെ പാട്ടുകൾ, ഞങ്ങളുടെ ആരാധനകൾ, ഞങ്ങളുടെ വചന ശുശ്രൂഷകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തിരുമുമ്പിൽ സ്വീകാര്യമാകേണ്ടതിനായി അടിയങ്ങളെ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ തന്നെ, പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ ഞങ്ങൾ താഴ്ത്തി അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. കർത്താവേ, ഞങ്ങൾ ഒരു കൺവെൻഷൻ നടത്തി എന്നതിലുപരിയായി കർത്താവിന്റെ നാമം മഹത്വമെടുക്കുവാനും അനേകർ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവനാമം ഞങ്ങളിൽ ഉയർത്തപ്പെടുവാനും ദൈവസഭ അനുഗ്രഹിക്കപ്പെടേണ്ടതിനും ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങൾ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ അഭിഷക്തന്മാരെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, പാട്ടുകൊണ്ടും വചനം കൊണ്ടും ആമേൻ പ്രാർത്ഥന കൊണ്ടും ആരെല്ലാം നിന്റെ സന്നിധിയിൽ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്നുവോ കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കേണ്ടതിനായി, പരിശുദ്ധാത്മാവ് എല്ലാവരെയും അഭിഷേകത്താൽ നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ തോമസ് വർഗീസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ അലക്സാണ്ടർക്കായി ഞങ്ങൾ, എല്ലാ സഹശുശ്രൂഷകർക്കായി, എല്ലാ ദൈവജനത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഈ കൺവെൻഷൻ മീറ്റിംഗ് ഇതിന്റെ പ്രാരംഭ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ കൺവെൻഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാം അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കാൻ പിതാവേ കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുത്തെ നാമം ഞങ്ങൾ ഉയർത്തണമേ. ജഡത്തിന്റെ യാതൊന്നും ഉയരുവാനല്ല. ആമേൻ. ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ സകല മനുഷ്യരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, പരിമിതികളില്ലാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ കൺവെൻഷൻ മുഖാന്തരം ലോകത്തിലുടനീളം കർത്താവെ അവിടുത്തെ മഹത്വം എടുക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അവിടുത്തെ പൊന്നുപാദപീഠങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യും. തുടർന്ന് ഇവാഞ്ചലിസ്റ്റ് KP രാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വർഷിപ്പ് സർവീസ് ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് വർഷങ്ങളായി കർത്താവിന്റെ വയൽപ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസനാണ് ഇവാഞ്ചലിസ്റ്റ് രാജൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് തന്നെ വിളിച്ചു വേർതിരിച്ച് ഈ കൃപയിൽ തന്നെ ആക്കി. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതനായി തന്നെ കഴിവും ദൈവത്തിന് സ്തോത്രം എല്ലാം ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങളായി താൻ ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് രാത്രി പ്രിയ ദൈവദാസനോടൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ ഇവാഞ്ചലിസ്റ്റ് KP രാജൻ അദ്ദേഹം മുന്നോട്ട് കടന്നു വന്ന് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നു. അടുത്ത അരമണിക്കൂർ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. 100% സന്തോഷത്തോടും ഈ രാത്രിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മസ്കറ്റിലുള്ള ചർച്ച് ഓഫ് ഗോഡ് മസ്കറ്റ് എന്ന പേരിൽ കഴിഞ്ഞ 25 വർഷം ദൈവം കാത്തു. പ്രത്യേകിച്ച്
എന്നെ സ്നേഹിക്കുന്ന വാത്സല്യ കുഞ്ഞോൻ ചായൻ, കുഞ്ഞോൻ വർഗീസ് പാസ്റ്റ്, കുടുംബം റോബിൻ, അസോസിയേറ്റ് പാസ്റ്റായിരിക്കുന്ന അലക്സാണ്ടർ സാർ, ഞാൻ ഏത് സമയത്ത് ഇവിടെ എത്തിയാലും ഒരു സ്നേഹിക്കുന്ന മുഖങ്ങൾ കാണുമ്പോൾ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുകയില്ല. പ്രിയ ജോയ്ച്ചായൻ, സ്തോത്രം. നമുക്ക് ഒരുമിച്ച് അരുമനാഥന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാവരും കഴിഞ്ഞുപോയ 25 വർഷക്കാലം ദൈവം നമ്മെ പരിപാലിച്ചു. പ്രതികൂലങ്ങളുടെ നടുവിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നെങ്കിലും യേശു നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നാവുകൾ ചലിച്ച് സ്തോത്രം ചെയ്ത് തുടങ്ങിക്കാട്ടെ. അല്പനേരം എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. റിഗമന വൈഷമന ഹസ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിലെ പരിചയമുള്ള മുഖങ്ങൾ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുമിച്ച് നമ്മൾ പാടി സ്തുതിക്കാൻ പോവുകയാണ്. എല്ലാ നാവും പാടി വാഴ്ത്തും. ആരാധ്യനാം യേശുവേ, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവൻ നമ്മെ രക്ഷിച്ച യേശുവാണ്. ജീസസ്. ദാസൻ ഓർപ്പിച്ചതുപോലെ പുതുപ്പള്ളിയിൽ ഒരു ഈഴവ കുടുംബത്തിൽ SNDP പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് മതാചാരങ്ങളിൽ വളർന്ന് പ്രിയ പിതാവിനോട് ചേർന്ന് ചെറുപ്പം മുതൽ ആ രീതിയിൽ പാടി ലോകത്തിനു വേണ്ടി പാടി നടന്ന് എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. കഴിഞ്ഞ 26 വർഷം കഴിഞ്ഞു. എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ പാടുകയാണ്. സ്വന്തം നാട്ടിൽ, സ്വന്തം മണ്ണിൽ, സ്വന്തം വീട്ടുകാരുടെ നടുവിൽ നിന്നുകൊണ്ട് എൻ്റെ യേശുവിനെ ഉയർത്താൻ ദൈവം ഇടയാക്കുന്നു. ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് യോഗ്യൻ നീ യേശുവേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ. ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ. എല്ലാവരും ചേർന്നാണ് പാടുന്നത്. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ,
തിരുനിണത്താൽ വീണ്ടെടുത്തു. സ്തോത്രം. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു. ഉയർത്തുന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. ഉയർത്തുന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനാ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. ആമേൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. Praise the Lord. സൗഖ്യദായകൻ എന്റെ യേശു മാത്രമാണ്. അടിപ്പിണരോ സൗഖ്യം നൽകി. സ്തോത്രം. സൗഖ്യദായകൻ എന്നേശു, ആടിപ്പിണരാൻ സൗഖ്യം നൽകി. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. ആശ്രയം നീ എന്റെ നാഥ, എത്ര മാധുര്യം ജീവിതത്തിൽ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്ക് യോഗ്യൻ നീ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടിക്കാട്ടെ. യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. അടുത്ത പാടുന്നത് തമിഴ്ദാസൻ സൈമൺ സാറിൻ്റെ എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെയില്ല ഭൂവിൽ. സ്തോത്രം. ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും പറയാൻ കഴിയും, എൻ്റെ യേശുവാണ് എൻ്റെ സമ്പത്ത്. Praise God. പാപത്തിന്റെ പടുകുഴിയിൽ, പുതുപ്പള്ളിയിൽ, അന്ധകാരത്തിന്റെ കുഴിയിൽ ജീവിതം തകർന്നു പോയപ്പോൾ എൻ്റെ അരികിലേക്ക് വന്ന ദൈവസ്നേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഈ എൻ്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കരയുയർത്തി പറയാമോ? എൻ്റെ യേശുവാണ് എൻ്റെ സമ്പത്തെന്ന്, എൻ്റെ യേശുവാണ് എൻ്റെ സമ്പത്തെന്ന്. നമ്മുടെ ദൈവവൃത്യൻ അനീഷ് പാസ് ആദ്യമായിട്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നത്. കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ 27 വർഷം എൻ്റെ ദൈവത്തിന് വേണ്ടി പാടാൻ ദൈവം സഹായിച്ചു. ലോകമെമ്പാടും യാത്ര ചെയ്യാൻ ദൈവം അഭിഷേകം ചെയ്തു.
ഒരു വിദ്യാഭ്യാസമോ ഒരു യോഗ്യതയോ ഒന്നുമില്ല. കർത്താവിൻ്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. നമുക്ക് ചേർന്ന് ഈ ഗാനം പാടാം. പ്രൈസ് ഗോഡ്. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ച് ഈശൻ എൻപാർക്കായി, എന്റെ പേർക്കായി യേശു മരിച്ചു. ക്രൂശിൽ മാറി ശീശനൻ പേർക്കാ വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മാറി ശീശനൻ പേർക്കാ വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വരാം എന്നുരച്ചി താമയം തീർത്താശ നൽകി. വേഗം വരാം എന്നുരച്ചി താമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കുഞ്ഞാടാകും എന്റെ പ്രിയൻ, സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞാടാകും
എന്റെ പ്രിയന്റെ സിയോൻ പുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരി ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ക്ലേശമെന്നിൽ ലേശമില്ല ഈശനെ ഞാൻ പിന്തുടരും ക്ലേശമെന്നിൽ ലേശമില്ല ഈശനെ ഞാൻ പിന്തുടരും എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചെറുപാടിക്കാട്ടെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനേവം ഉയർത്താവൻ വാനലോകമതിൽ ചെന്നു സാധുവനെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധുവനെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. കഴിഞ്ഞ 25 വർഷം ദൈവം സൂക്ഷിച്ചു. ഇപ്പൊ ദൈവത്തിന് നന്ദി പറയാനുള്ള നിമിഷങ്ങളും ദിവസങ്ങളും ഒക്കെയാണിത്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ സ്തോത്രം. നീ മാത്രമാണ് എൻ ദൈവമേ. നമുക്കെല്ലാവർക്കും അറിയാത്തൊരു ഗാനമാണ്. സ്തോത്രം. ഞങ്ങൾ ഇതുവരെ എത്താൻ നീയാണ് കാരണഭൂതൻ. നീയാണ് ഞങ്ങളെ രക്ഷിച്ചവൻ. നീയാണ് ഞങ്ങളെ നടത്തിയ ദൈവം. ഇന്നയോളം കൊണ്ടുവന്നവൻ നീ മാത്രമാണ്. ആശ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ ഗാനം നമുക്കൊന്ന് ചേർന്ന് പാടാം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമാണ് എൻ ദൈവമേ. നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. ഞങ്ങളിതുവരെ ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. കഴിവല്ല നിൻ കൃപയാ, ബലമല്ല
ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങളിതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. യഹോവ റാഫയായി, രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. ചെറുപഴം കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. എൽശദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽശദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽശദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസർ എൻ ദൈവമേ, എന്നെ കാരങ്ങളിൽ വഹിച്ചവരേ. എബനേസർ എൻ ദൈവമേ, എന്നെ കാരങ്ങളിൽ വഹിച്ചവരേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണ്. ചെറുപടം
ദൈവങ്ങളെ, നമ്മുടെ കഴിവുകളൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാണെന്ന് പറയാൻ നമ്മുടെ നാവ് ചലിക്കട്ടെ. ദൈവമാണ് ഇവിടെ എത്തിച്ചെന്നുള്ള ബോധ്യമുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഞാൻ എപ്പോഴും പുറകോട്ട് തിരിഞ്ഞു നോക്കും. ഒരു ദരിദ്ര കുടുംബത്തിൽ, ഒരു ചെറ്റക്കുടിലിൽ, പുതുപ്പള്ളിയിൽ 4 മക്കളുള്ള ഒരു കുടുംബത്തിൽ, സ്തോത്രം, ജനിച്ചു വളർത്തപ്പെട്ട് ഒരു വീടില്ല. ഞങ്ങൾ 4 മക്കള്, വലിയ കുടുംബക്കാരായിരുന്നു. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാതെ എൻ്റെ പിതാവ് ഒരു പാറപ്പണിക്കാരനായിരുന്നു. ഞങ്ങളെ വിദ്യാഭ്യാസം ചെയ്യാൻ പോലും കഴിവില്ലാത്തൊരു സാഹചര്യം. ഞങ്ങളുടെ കുടുംബത്തിൽ അനേകര് സമ്പന്നരുണ്ടായിരുന്നു. എന്നാൽ യേശു വിളിച്ചു, യേശുവിന്റെ സ്നേഹം പകർന്നു, യേശുവിന് വേണ്ടി ഓടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് രക്ഷയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയായി. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായി ഒരാൾ നിത്യത്തിലേക്ക് പ്രവേശിച്ചു. പ്രൈസ് ഗോഡ്. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്നേഹത്തിന് ആഴമെന്ന് നമ്മൾ ഒരുമിച്ച് പാടാൻ പോവുകയാണ്. ഇനിയുള്ള ചില നിമിഷങ്ങൾ കരങ്ങൾ തട്ടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാനുള്ള നിമിഷമാണ്. അതിന് മുമ്പ് ഒരു കോറസ് ഒന്ന് പാടുകയാണ് സൈലന്റ് ആയിട്ട്. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ചെന്ന് പഠിക്കട്ടെ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിൽ ആനന്ദമേ. ഇനിയുള്ള നിമിഷങ്ങൾ ഒരുമിച്ച് കരങ്ങൾ തട്ടി അപ്പനെ സ്തുതിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിന് ആഴമിത്. ഹല്ലേലൂയ. ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവില്ലേ. എത്രയോ ശ്രേഷ്ഠമാം കർത്തരുതൽ എന്നെന്നും ഓർത്തിടും വൻകൃപയാ. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പനാവില്ലേ. എത്രയോ ശ്രേഷ്ഠമാം കർത്തരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ കൃപയാൽ കൃപ
പഴിദൂഷിയേറിടും നാളുകളിൽ തകർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ നിന്ദകളേറിടും വേളകളിൽ പഴിദൂഷിയേറിടും നാളുകളിൽ തളർന്നിടാതെ മനം കരുതുന്നവൻ താങ്ങിടും നിത്യവും തൻ കരത്താൽ കൃപയാൽ 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 നിത്യം സേവിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് ഉറ്റവരെ വരും കൈവിടുമ്പോ കുട്ടിനവനെന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര ഊകിടുമ്പോ തെല്ലും ഭയമെനി യേശുവില്ല ഉറ്റവരെ വരും കൈവിടുമ്പോ കുട്ടിനവനെന്റെ കൂടെ വരും മരണത്തിൻ താഴ്വര ഊകിടുമ്പോ തെല്ലും ഭയമെനി യേശുവില്ല കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിത് കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എനിക്കായി കരുതുന്നവൻ എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ എന്റെ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ എന്റെ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ എന്റെ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എതിരിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല വീഴുന്നതോ തീയിലല്ല എന്റെ യേശുവിൻ കരങ്ങളില വീഴുന്നതോ തീയിലല്ല എന്റെ യേശുവിൻ കരങ്ങളില പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ ദൈവം എനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവം എനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ
നൽകിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. അല്പനിമിഷങ്ങൾ അന്യഭാഷ ലഭിച്ച ദൈവമക്കൾ ദൈവാത്മാവിന്റെ തലോടൽ വ്യാപരിക്കുന്ന നിമിഷങ്ങളായി മാറാൻ ദൈവമായിട്ട് നടപെട്ടാട്ട്. ഈ ബലഘടകവനഗതകരം ബലവൈടവനാദകരഗതകരം ബലവൈഷവനാദകരഗത. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അല്പനിമിഷങ്ങൾ ദൈവമായിട്ട് നടപെട്ടാട്ട് ദൈവമക്കളെ. ഗുണവരാജകരഗതകരം ബലവൈടവനാദകരഗതകരം ബലവൈടം ബാലവന. ഒതിരബലഘടകവനഗതകരം ബലവൈടവനാദകരഗതകര അടകവനത്വനവൈടവനാദകരഗതകരം ബലവൈടവന അടകവനാദകരഗതകരം ബലവൈടവനാദകരഗതകര. അല്പനിമിഷങ്ങൾ കണ്ണുകൾ അടച്ച് ദൈവത്തെ ഒന്ന് കണ്ട് അവൻ ദൈവമായിട്ട് ഇടപെട്ടാട്ടെ. ഇന്ന് രാത്രി ആരാധന വിടുതൽ നടക്കട്ടെ. വചനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുക. ഗുണവരാജകരഗതകരം ബലവൈടവനാദകരഗതകര വൈടവനം ബലവൈടവനാദകരഗതകരം ബലവൈടവന. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരുമില്ല. അടികളൊന്ന് സൈലന്റ് ആയിട്ടൊന്ന് പാടിക്കാട്ടെ. ദൈവമനുകൂലമെങ്കിൽ പാടിക്കാട്ടെ. സ്തോത്രം. ദൈവമെനിക്കനുകൂലം, അതു നന്നാ അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം, അതു നന്നാ അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദി പറഞ്ഞാട്ടെ നന്ദി പറഞ്ഞാട്ടെ നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. Praise the Lord. Pastor Alexander, please. Hallelujah. Thank you, Pastor. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ചർച്ചകോട് മസ്കറ്റ് 25 വർഷം ഈ മരുഭൂമിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ വേളയിൽ 3 ദിവസത്തെ കൺവെൻഷനായിട്ട് നമുക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം അവിടെ ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ കൺവെൻഷനിലെ ഹാല സ്തോത്രം നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവത്തിന്റെ വചന പ്രഘോഷിപ്പാനായിട്ട് കടന്നു വന്ന പാസ്റ്റർ അനീഷ് തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ പറ്റി ഞാൻ പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാം അറിയാം. പവർ വിഷനില് ഹല്ലേലൂയ സ്തോത്രം വീട്ടിലെ സഭായോഗം എന്ന പ്രോഗ്രാമിൽ പ്രസംഗിച്ച അനേകർക്ക് അനുഗ്രഹവും വിടുതലും ആയിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന ദേവദാസനാണ് പാസ്റ്റർ അനീഷ് തോമസ്. ഏകദേശം 4.5 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട് ആ പ്രോഗ്രാം കാണാനായിട്ട്. അനേകർക്ക് ആശ്വാസമായി ഹല്ലേലൂയ ദൈവത്തിന്ന് ഹല്ലേലൂയ സ്തോത്രം പ്രഘോഷിപ്പാൻ ശുശ്രൂഷിപ്പാൻ ദൈവം കർത്തദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷനില് പാസ്റ്റർ അനീഷ് തോമസിന് നമുക്ക് കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ സ്തോത്രം. ന്യൂ ഇന്ത്യ ചർച്ചകോടിനോട് ബന്ധത്തില് ഹല്ലേലൂയ സ്തോത്രം കഴിഞ്ഞ 28 വർഷമായിട്ട് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കൂടാതെ ന്യൂ ഇന്ത്യ ചർച്ചകോടിന്റെ YPC യൂത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടും
സേവനം അനുഷ്ഠിക്കുന്നു. കർത്താവിന്റെ ദാസനെ മസ്കറ്റ് ചർച്ചക്കോടിന്റെ നാമത്തിൽ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവ കർത്തദാസനെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പാനുള്ള സമയമാണ്. അതിനുവേണ്ടി കർത്തദാസനെ ക്ഷണിച്ചുകൊണ്ട് കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ പ്രത്യേക സമയത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മസ്കറ്റിലുള്ള ചർച്ച് ദൈവസഭ അതിന്റെ പ്രവർത്തന പദത്തിൽ 25 വർഷങ്ങൾ പിന്നിടുന്ന ഈ പ്രത്യേക സമയത്ത് നടക്കുന്ന ഈ പ്രത്യേക യോഗങ്ങളുടെ പ്രാരംഭ രാത്രി ദൈവവചനം ഉയർത്തുവാൻ ലഭിച്ച അവസരത്തെ ഭാഗ്യമായി, പദവിയായി, നിയോഗമായിട്ട് ഞാൻ കരുതട്ടെ. യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ അലക്സാണ്ടർ ഗീവർഗീസ്, ഒപ്പം ദൈവസഭ മസ്കറ്റ് റീജിയൻ ഏറ്റവും അനുഗ്രഹിതമായ ആത്മീയ നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പ്രിയ പാസ്റ്റർ കുഞ്ഞുമോൻ വർഗീസ്, അദ്ദേഹത്തിന്റെ വാത്സല്യ കുടുംബം, പ്രത്യേകിച്ച് പ്രിയ മകൻ റോബിൻ വർഗീസ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം പ്രവർത്തിക്കുന്ന അനുഗ്രഹിതരായ കർത്തൃദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജെയിംസ് ജോണ്, അതോടൊപ്പം തന്നെ പാസ്റ്റർ ബിജു തുടങ്ങിയ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാത്രി അനുഗ്രഹിതമായ ഗാനങ്ങളിൽ കൂടെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിച്ച അനുഗ്രഹിതനായ കർത്തൃദാസൻ പാസ്റ്റർ KP രാജൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഒപ്പം അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളുടെ ഒരു നീണ്ട നിര തന്നെ കാണുന്നു. എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വത്സല്യാച്ചായൻ, പ്രിയ KC ചെറിയാച്ചായൻ എൻ്റെ സഭയിലെ മെമ്പറാണ്. ദൈവത്തിന് സ്തോത്രം. സണ്ണിച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എല്ലാവരും ഒരു സഭയിലാണ് കൂടി വരുന്നത്. പ്രിയപ്പെട്ടവനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒത്തിരി സന്തോഷം നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ ഈ 3 ദിവസം നിങ്ങളെ ശുശ്രൂഷിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ തുടരാം. ഒരല്പം കൂടെ നേരത്തെ എനിക്ക് ഈ മീറ്റിംഗിൽ കയറാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ക്രൈസ്തവ എഴുത്തുപുര ഗുജറാത്ത് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചു. ആ മീറ്റിംഗ് തീരാൻ ഒരല്പം വൈകി. അതുകൊണ്ടാണ് ഒരല്പം ഞാൻ വൈകിപ്പോയത്. കർത്താവ് അനുവദിച്ചാൽ നാളെ അല്പം കൂടെ നേരത്തെ ഈ മീറ്റിംഗിന്റെ ഭാഗമാകുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 25 വർഷം മരുഭൂമിയിൽ ദൈവസഭ കടന്നുപോയ എത്രയോ അനുഭവങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു നന്ദി ആരാധന, ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷകൾ. എനിക്ക് തോന്നുന്നു ഇന്ന് ഞാനല്ല പ്രസംഗിക്കേണ്ടത്. കർത്തൃദാസന്മാരൊക്കെ അവരെ ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുന്നത് എത്ര ഹൃദ്യമായിരിക്കും. കാരണം അത്രയ്ക്ക് പറയാനുണ്ടല്ലോ. ദൈവം നടത്തിയ എല്ലാ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്തൃദാസൻ റോബിനുമായിട്ട് അദ്ദേഹം പലവട്ടം ഞാനുമായിട്ട് സംസാരിക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ എനിക്ക് ഈ ദിവസങ്ങളെല്ലാം അദ്ദേഹം വിളിച്ചപ്പോഴെല്ലാം ഞാൻ നല്ല തിരക്കായിപ്പോയി. അതുകൊണ്ട് വാട്സപ്പിലൂടെ ഞങ്ങൾ പലപ്പോഴും വോയിസ് ക്ലിപ്പുകളായിട്ട് സംസാരിച്ചത്. അപ്പം വാത്സല്യ പിതാവ് പ്രിയ കുഞ്ഞുൻചാന്റെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ താന് ചില വാക്കുകൾ ഓർപ്പിക്കുവാനിടയായി. അതോടൊപ്പം തന്നെ മസ്കറ്റിൽ എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളുടെ ആ സഭയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്നെ ഓർപ്പിക്കുവാനിടയായി. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ആയുസ് തരട്ടെ, ആരോഗ്യം തരട്ടെ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇനിയും ആ രാജ്യത്ത് ദൈവമെന്ന മഹത്വത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കോവിഡിന് മുമ്പ് ഏറ്റവും അവസാനമായിട്ട് യാത്ര ചെയ്ത സ്ഥലം മസ്കറ്റിൽ ഒരു 7 ദിവസം സോഹാറിലുള്ള ഒരു ചർച്ചിന്റെ ഒരു ബൈബിൾ ക്ലാസ്സിൽ പ്രസംഗിക്കാനായിട്ട് വന്നു. ആ സോഹാറിൽ വന്നേച്ച് ഞാൻ തിരിച്ചു വന്ന് മസ്കറ്റ് എയർപോർട്ടിൽ ഒരു 2 മണിക്കൂറിലധികം ഇരുന്നായിരുന്നു. കാര്യം സോഹാറിൽ നിന്ന് അങ്ങനെ ഒരു ക്രമീകരണം അവർ ചെയ്തു വന്നപ്പോൾ 2 മണിക്കൂറിലധികം അന്ന് ഒരു വലിയ ആത്മനിയോഗം എനിക്കുണ്ടായി. തനിയെ ഇരുന്ന് ഞാൻ ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു.
എനിക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. പക്ഷെ എന്തോ വലിയൊരു ആത്മനിയോഗം ഉണ്ടായിട്ട് ഞാൻ എയർപോർട്ടിൽ ഇരുന്ന് ഒത്തിരി ആത്മാർത്ഥമായിട്ട് ആ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എത്രയോ സൂം മീറ്റിംഗ്, എത്രയോ സഭകളുടെ സൂം മീറ്റിംഗിൽ ഈ മസ്കറ്റിൽ തന്നെ ദൈവവചനം പ്രസംഗിക്കാൻ ദൈവയുടെയാക്കിയ അവസരങ്ങൾ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഒരു റിക്വസ്റ്റ് അല്ല, ഒരു കാര്യം ഓർപ്പിക്കുക. ഈ എനിക്ക് തോന്നുന്നു ഈ സൂം പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടുപിടിക്കപ്പെട്ടത് ടെക്നിക്കലി എൻ്റെ വൈഫ് എംടെക്കുകാരത്തെയാ. വൈഫ് പറഞ്ഞത് 2014 ആയിരിക്കാം, മേ ബി 2013-14 ആയത് കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷെ നമ്മളിത് ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ്. 2020 കൂടുതലും സൂം ചർച്ചകൾ ആരംഭിച്ചത് 2020 അല്ലെ? ശരിക്കും ദൈവത്തിന് സ്തോത്രം. അപ്പൊ മുതലാണ് നമ്മളിതിങ്ങനെ ഒത്തിരി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പൊ ഇച്ചിരിയൊക്കെ അതിന്റെ ഉപയോഗം കുറഞ്ഞു വരുന്നു. കാര്യം ഓഫ്ലൈൻ ചർച്ചസ് എല്ലാം ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ആണെങ്കിലും ചർച്ചസ് ഒക്കെ പെതുക്കെ ആ ഒരു കൺവെൻഷന്റെ ഒരു അനക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കല്ലുമലയിലെ കൺവെൻഷനെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ വന്ന് പ്രസംഗിക്കണം, 10-40 പേരെയും ഞങ്ങള് മുന്നിരുത്തും എന്നൊക്കെ പറഞ്ഞ് കടകന്നു കുഞ്ഞുവച്ചാൻ ഇങ്ങനെ വിളിക്കാനിടെ. ഇപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ പല കൺവെൻഷനുകൾ സ്വോത്രം ഓഫ്ലൈൻ ചർച്ചസ് ഇങ്ങനെ പെതുക്കെ ആരംഭിക്കുന്നു. പക്ഷെ എനിക്കറിയാം നിങ്ങളുടെ ഇവിടെ ഒക്കെ അതിന് ഇച്ചിരി കൂടെ പ്രായോഗികമായിട്ട് തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യം. എന്തായാലും ഇത് കണ്ടുപിടിക്കപ്പെട്ടത് 2014 ശേഷം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്ക്. പക്ഷെ ബൈബിളിന്റെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇത് യേശുവിന്റെ കാലത്തെ ഉണ്ടെന്ന എൻ്റെ ഒരു ധാരണ. കാര്യം ധനവാനും ലാസറും ആ സംഭവകഥ അവിടെ അങ്ങനെയാണല്ലോ, അതൊരു സംഭവകഥയാണ്. ധനവാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ തൊട്ടും മുന്നിലത്തെ അധ്യായത്തിൽ പറയുന്നത് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ അതൊരു എക്സാമ്പിൾ ഇരിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷെ മറ്റേ അടുത്ത് പറയുന്നത് എന്താ, ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു യാഥാർത്ഥ്യമാണ്. അന്നേരം ആ ഒരു സംഭവകഥയ്ക്കകത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ധനവൻ പറയുന്നുണ്ട് ലാസറിന്റെ വിരൽ നോക്കി ഇങ്ങനെ നാവിനെ തണുപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഞാനവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ലാസർ പറയുന്ന മുഴുവൻ ധനവാന് കേൾക്കും, ധനവാൻ പറയുന്ന മുഴുവൻ ലാസറിനും കേൾക്കും. ലാസറിനെ ധനവാന് കൃത്യമായിട്ട് കാണാം, ധനവാനെ ലാസറിനും കൃത്യമായിട്ട് കാണാം. പിന്നെ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ, അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ വല്ലതും മനസ്സിലായോ? ഓഡിയോയും ഉണ്ട്, വീഡിയോയും ഉണ്ട്. പിന്നെ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ, അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. ഈ ഒരു ടെക്നോളജിക്ക് ഇപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇതിന് ഓഡിയോയും ഉണ്ട്, വീഡിയോയും ഉണ്ട്. പക്ഷെ പിന്നെ ഒരു ചെറിയ കുഴപ്പം, അങ്ങോട്ടും വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരുടെയും അറിവിൽ ആ സംഭവം ഇല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുക, ഈ ഒരു സൂം പ്ലാറ്റ്ഫോം ഇത് ഓഡിയോ മാത്രമല്ല, ഇതിനകത്ത് വീഡിയോയും ഉണ്ട്. നിങ്ങളത് ഓൺ ചെയ്തിട്ടാലുള്ള ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് ഇന്നിനിയും മടിയുണ്ടെങ്കിൽ ചെയ്യണ്ട, നാളെ മുതൽ അത് ചെയ്യുകയാണെങ്കിൽ ഒരു സന്തോഷം എന്നാന്ന് ചോദിച്ചാൽ മുഖം കണ്ട് പ്രസംഗിക്കാൻ പറ്റും. അങ്ങനെ മുഖം കണ്ട് ഞാൻ ആകെപ്പാടെ ഒരു ക്യാമറയെ നോക്കിയ അച്ഛൻ പറഞ്ഞു 4-4.5 ലക്ഷം പേരോട് പ്രസംഗിക്കുന്നത് ആകെപ്പാടെ ഒരു ക്യാമറയെ നോക്കിയ. ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ക്യാമറക്കാരൻ ഇരിപ്പുണ്ട്. അങ്ങേര് 3 പ്രാവശ്യമേ പ്രതികരിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് വീട്ടിലെ സഭായോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ക്യാമറക്കാരൻ 3 പ്രാവശ്യമേ പ്രതികരിക്കത്തുള്ളൂ. 20 മിനിറ്റ് ആ വീട്ടിലെ സഭായോഗത്തിന്റെ മെസ്സേജ്. അതിനകത്ത് 10 മിനിറ്റ് ആകുമ്പോൾ അങ്ങേര് ഒരു കാർഡ് എടുത്ത് കാണിക്കും, 10 മിനിറ്റ് കൂടെ ഇനി ഉള്ളെന്നുള്ളതിന്റെ കാർഡ്. സ്വത്രം 15 മിനിറ്റ് ആകുമ്പോൾ 5ന്റെ കാർഡ് കാണിക്കും. പിന്നെ 18 മിനിറ്റ് ആകുമ്പോൾ 2ന്റെ കാർഡ് കാണിക്കും. ആ 2ന്റെ കാർഡ് കാണിക്കുമ്പോൾ അർത്ഥം എവിടെയെങ്കിലും കൊണ്ട് ഇത് നിർത്തിക്കോണം, ഇനിയിപ്പം 2 മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാ പറഞ്ഞാലും ഇതൊന്നും പ്രയോജനമില്ല. ലാസ്റ്റ് 2 അങ്ങോട്ട് തീരാറാകുമ്പോൾ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്ന എന്താണെന്നറിയോ? പെതുക്കെ കൊണ്ടങ്ങ് നിർത്താനായി പറയുന്നത്. സ്വത്രം ആ 20 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്നാ പറഞ്ഞാലും ഒട്ട് കിട്ടത്തില്ല. പണ്ട് അമേരിക്ക പ്രസംഗിക്കാൻ പോയി ഉദ്ദേശിമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതിശോക്തിയാണോ കഥയാണോ എന്നൊന്നും അറിയത്തില്ല. സമയം കഴിഞ്ഞപ്പോൾ സ്റ്റേജിലെ ലിഫ്റ്റ് താണുപോയെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഒരു സംഭവം പവർഷന്റെ ക്യാമറ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇത്രയും ചിരിച്ചോണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അന്നേരം എനിക്ക് നിങ്ങൾ ഇനി സൂം ഓൺ ചെയ്തില്ലേലും പ്രസംഗിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ നിങ്ങളുടെ മുഖം കണ്ട് പ്രസംഗിക്കുന്ന അല്ലേ ഒരു സന്തോഷം. അതുകൊണ്ട് ആ ഒരു സംവിധാനത്തെ
എല്ലാവരും ഉപയോഗിക്കുവാൻ ഓർപ്പിക്കുന്നു. അപ്പൊ തന്നെ ചിലരെങ്കിലും ഡ്യൂട്ടിയിലൊക്കെ ആണെന്ന് എനിക്കറിയാം. അങ്ങനെയൊക്കെ ഉള്ളവരോട് നിങ്ങളുടെ ആ ഒരു അസൗകര്യങ്ങളിലും നിങ്ങൾ ഈ ശുശ്രൂഷകളിൽ സഹകരിക്കുന്നതിൽ കർത്താവിന് ഒത്തിരി നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടം, ഈ കാലത്തിന് നല്ലൊരു നിർവചനം കൊടുത്താൽ പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ചാൾസ് ഡീക്കൻസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ നഗരങ്ങളുടെ കഥ എന്ന് പറയുന്ന പുസ്തകം ആരംഭിക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത ഒരു ആമുഖമായി, കാലത്തിന്റെ ആമുഖമായി പറയുവാൻ എൻ്റെ മനസ്സിന്റെ ഓർമ്മയിൽ വരുന്നത്. അദ്ദേഹം എഴുതി വരികയാണ്, അത് ഏറ്റവും മെച്ചമായ ഒരു കാലമായിരുന്നു, ഒപ്പം മോശമായിരുന്നു. അത് വിജ്ഞാനത്തിന്റെ യുഗമായിരുന്നു, ഒപ്പം അജ്ഞതയുടെ. ഞങ്ങളുടെ ലോകം പ്രകാശപൂർണമായിരുന്നു, ഒപ്പം അന്ധകാരം നിബിഡവും. ഞങ്ങളുടെ മുമ്പിൽ എല്ലാ വാതിലുകളും തുറന്നവയായിരുന്നു, ഒപ്പം എല്ലാം അടഞ്ഞതായിരുന്നു. ഒരു കാലഘട്ടത്തിന്റെ രണ്ടു വശങ്ങളെയാണ് മഹാനായ സാഹിത്യകാരൻ തന്റെ തൂലിക കൊണ്ട് കോറിയിടുന്നത്. നാം ആയിരിക്കുന്ന ഈ കാലം ഇതിൽ നിന്നൊന്നും ഒട്ടും വിവരമല്ല. ഒരു വശത്ത് മനുഷ്യൻ വെള്ളം കുടിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യൻ വെള്ളം ഇല്ലാതെ മരിക്കുന്നു. ഒരിടത്തും മനുഷ്യൻ ആഹാരം കഴിച്ചു മരിക്കുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യൻ ആഹാരം ഇല്ലാതെ മരിക്കുന്നു. ഒരിടത്ത് മനുഷ്യനെ മഞ്ഞ് കൊല്ലുന്നു, അടുത്ത സ്ഥലത്ത് മനുഷ്യനെ മഴ കൊല്ലുന്നു. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ലോകം, ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു കാലഘട്ടം. മലയാള സാഹിത്യത്തെ കൈപിടിച്ചുയർത്തി അതിന്റെ അത്തിച്ചുകോടിൽ എത്തിക്കുന്നതിൽ പരമാർത്ഥ പങ്കുവഹിച്ച കവിയാ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള സാർ. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അല്ലയോ കവി, നിങ്ങളുടെ അഭിപ്രായം പറ. നിങ്ങളുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് എവിടെ? ജനനം മുതൽ മരണം വരെയുള്ള മനുഷ്യജീവിത ചക്രം പരിശോധിച്ച മഹാനായ കവി തന്റെ കവിതയിൽ പറഞ്ഞു, മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന ആ 10 മാസമാണ്. പക്ഷെ കാലം മാറിയപ്പം, കാലഘട്ടം മാറിയപ്പം, കാലത്തിന്റെ കണക്ക് പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന കാഴ്ച, അമ്മയുടെ ഉദരത്തിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ലെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. 20-ാം നൂറ്റാണ്ടിൽ നിന്ന് മനുഷ്യൻ 21-ാം നൂറ്റാണ്ടിലോട്ട് കാലെടുത്ത് കുത്തിയിട്ട് ആകപ്പാടെ 20 വർഷം 21 വർഷം ആകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, 2000 to 2021 21 വർഷത്തിനകത്ത് ലോകത്തെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ ഏകദേശം 40ഓളം മഹാമാരികൾ ലോകത്തിന് സംഭവിച്ചു കഴിഞ്ഞു. 2000 മുതൽ 2021 വരെ 40ഓളം മഹാമാരികൾ. അതിനകത്ത് തന്നെ 17 വൈറസുകൾ, സാർസ്, മെർസ്, നിപ്പ, ആന്ത്രാക്സ്, എംബോള, ക്രാന്തിപ്പശു, പന്നിപ്പനി, പക്ഷിപ്പനി, യെല്ലോ ഫംഗസ്, വൈറ്റ് ഫംഗസ് എന്ന് വേണ്ട ബ്ലാക്ക് ഫംഗസ്. പിന്നെ ലോകത്തിൽ 28 കോടിയിലധികം ആളുകളെ ബാധിച്ച സ്തോത്രം. COVID-19 എന്ന് പറയും 49 ലക്ഷം ആളുകളെ ഭൂമുഖത്തു നിന്ന് മാറ്റിയ മാരക വൈറസ്. ലോകം തരിച്ചു നിൽക്കുക. അമ്മയുടെ ഉദരത്തിൽ പോലും മനുഷ്യൻ സുരക്ഷിതനല്ലെന്ന് കാലഘട്ടം നമുക്ക് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയം. എന്നാലും ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ മുമ്പിൽ, ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു ധൈര്യം ഓർപ്പിക്കുവാനുണ്ട്. എന്താ നമ്മുടെ ധൈര്യം? പർവ്വതങ്ങൾ ഇളകിയാലും, ഇളകിയിട്ട് വെള്ളത്തിൽ പോയി വീണാലും, അതിന്റെ കോപം കൊണ്ട് വെള്ളം അലയടിച്ചുയർന്നു പൊങ്ങിയാലും നാം ഭയപ്പെടത്തില്ല. കാരണം എന്നാ പ്രിയപ്പെട്ടവരെ, ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. 25 വർഷത്തെ ശുശ്രൂഷാനുഭവങ്ങൾ കർത്തൃദാസന്മാർക്കും സഭയ്ക്കും പറയുവാനുള്ളതും അതുതന്നെയാ. ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. എത്ര പേർക്ക് ധൈര്യത്തോട് ആ 2 കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറക്കെ പറയാൻ പറ്റുന്ന ദൈവമക്കൾ ആ കരം തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ പ്രിയപ്പെട്ടവരെ? ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ഏത് പ്രതിസന്ധികളാണെങ്കിലും, ഏത് പോരാട്ടങ്ങളാണെങ്കിലും, ഏത് വെല്ലുവിളികളാണെങ്കിലും, ഏത് വൈതരണികളാണെങ്കിലും, എനിക്കിന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുവാനുണ്ട്, നമ്മുടെ ദൈവം അതിന്റെ മധ്യേ ഉണ്ട്. ഓ, ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് ധാരാളം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ 3 ദിവസം സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് നമ്മെ ഏൽപ്പിക്കാം. ഈ രാത്രി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എന്റെ ഹൃദയത്തിൽ ദൈവം പ്രേരണ നൽകിയ വാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം. നമുക്ക് ഏറ്റവും പരിചിതമായ ആ തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ.
മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമ്മുടെ അരുമനാഥൻ ഓർപ്പിക്കുക. എന്താ മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? മനുഷ്യൻ എത്ര വിദ്യാസമ്പന്നനാണ്, മനുഷ്യന് എത്ര സാമൂഹിക ചുറ്റുപാടുകളുണ്ടെങ്കിൽ, മനുഷ്യന് എത്ര സാമ്പത്തിക ചുറ്റുപാടുകളുണ്ടെങ്കിൽ, ഭൗതിക തലത്തിൽ മനുഷ്യൻ എത്ര ഉന്നതനാണെങ്കിലും, മനുഷ്യ ഹൃദയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? മനുഷ്യ ഹൃദയം കലങ്ങുന്നത്. അത് തിരിച്ചറിഞ്ഞ കർത്താവ് തന്റെ സ്വന്തം ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകും. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമുക്ക് പോലും അറിയത്തില്ല. പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കർത്താവിനെയാ ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ പാസ്റ്റർക്കോ നിങ്ങളുടെ ഹൃദയത്തെ അറിയണമെന്നില്ല. പക്ഷേ ഹൃദയത്തിന്റെ അവസ്ഥകളെ നന്നായി അറിയാവുന്ന ഒരു കർത്താവിനെയാ നാം ഈ രാത്രി ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം കലങ്ങുന്നതാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കർത്താവ് ഓർപ്പിക്കുക, അരിമ ശിഷ്യന്മാരോട് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. സ്തോത്രം. ഈ വാക്യത്തിനൊക്കെ ഭയങ്കര അർത്ഥതലങ്ങളും ആ അർത്ഥതലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ കൃത്യമായിട്ട് പഠിക്കണം. ഈ അധ്യായത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ പുസ്തകത്തെ പഠിക്കണം. യോഹന്നാന്റെ സുവിശേഷത്തെ മറ്റ് സുവിശേഷ പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് 3 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. നമുക്കറിയാം 4 സുവിശേഷ പുസ്തകം അല്ലെ? 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന വലുതും ചെറുതുമായ 150ഓളം സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിന് മറ്റു സുവിശേഷങ്ങളിൽ നിന്നുള്ള 3 പ്രത്യേകത. ഒന്ന്, ഈ 150 സംഭവങ്ങളെയും ഫോക്കസ് ചെയ്യുമ്പോൾ യോഹന്നാന്റെ ഒന്നാമത്തെ ലക്ഷ്യം, യോഹന്നാൻ എഴുതിയത് മുഴുവൻ യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുത്താനായി. യോഹന്നാൻ ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താ? യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. ഈ കാര്യം വെളിപ്പെടുത്താനാ യോഹന്നാൻ എഴുതുന്നത് മുഴുവൻ. അവിടുത്തെ ദൈവത്വം വെളിപ്പെടുത്തും. സ്തോത്രം. ഈ ദൈവത്വം വെളിപ്പെടുത്തുവാനായിട്ട് പ്രധാനമായിട്ട് യോഹന്നാൻ ഉപയോഗിക്കുന്നത് യേശു ചെയ്ത ആ മിറക്കിൾസ്, യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. 39ഓളം ഉപമകളും 35ഓളം അത്ഭുതങ്ങളും അടങ്ങിയ ആ ശുശ്രൂഷ കാലഘട്ടം. ഈ അത്ഭുതങ്ങളെ യോഹന്നാൻ അത്ഭുതങ്ങൾ എന്നല്ല വിശേഷിപ്പിക്കുന്നത്. യോഹന്നാൻ പറയുന്നത് മുഴുവൻ ഇത് അടയാളങ്ങളാണ്. സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങൾ. എന്തിന്റെ അടയാളമാണെന്ന് ചോദിച്ചാൽ യോഹന്നാൻ ഒറ്റ വാക്കി പറയും, അവന്റെ ദൈവത്വത്തിന്റെ അടയാളം. എന്താ? ദൈവത്വത്തിന്റെ അടയാളം. അപ്പൊ ദൈവത്വം വെളിപ്പെടുത്തുവാനാ യോഹന്നാൻ എഴുതുന്നത്. ഇനി യോഹന്നാന്റെ എഴുത്തിന്റെ രണ്ടാമത്തെ ഉദ്ദേശം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനായിട്ടാണ് യോഹന്നാൻ എഴുതുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 100ഓളം പ്രാവശ്യം കാണുന്ന ഒരു പദമാണ് വിശ്വാസം. കേവലം ഭൗതികമായ ഒരു ആശ്രയമല്ല യോഹന്നാന്റെ സുവിശേഷത്തിലെ വിശ്വാസം, മറിച്ച് പരിപൂർണമായ ആശ്രയം. പരിപൂർണമായ ആശ്രയത്തിന് യോഹന്നാൻ പറയുന്ന പേരാണെന്ത്? വിശ്വാസം. അപ്പൊ വിശ്വാസം വർദ്ധിക്കാനാ യോഹന്നാൻ എഴുതുന്നത്. ഇനി യോഹന്നാൻ എഴുതുന്നതിന്റെ മൂന്നാമത്തെ ഉദ്ദേശം, യോഹന്നാൻ 17:3, ആളുകളിലേക്ക് ജീവൻ ഉണ്ടാകുവാനാ യോഹന്നാൻ എഴുതുന്നത്. എന്താ ജീവൻ എന്ന് യോഹന്നാൻ ശരിക്കും എംഫസൈസ് ചെയ്യുക? ഏകസത്യ ദൈവമായ നിന്റെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം 3 ഉദ്ദേശങ്ങളോടുകൂടി യോഹന്നാൻ എഴുതുന്നത്. 1, അവിടുത്തെ ദൈവത്വം വെളിപ്പെടാൻ. 2, വിശ്വാസം വർദ്ധിക്കാൻ. 3, ജീവൻ ഉണ്ടാകേണ്ടത്. യേശുവിന്റെ അടിമ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ദൈവത്വത്തെ അവർ അടുത്തറിഞ്ഞവർ. അപ്പോൾ തന്നെ പരിപൂർണമായി അവിടുന്ന് അവരിൽ ദൈവത്തിൽ ആശ്രയിച്ചവർ. അതുമാത്രമാണോ പ്രത്യേകത? അവിടുത്തെ ജീവൻ അവരടുത്തനുഭവിച്ചവർ. എന്നിട്ടും ചില പ്രത്യേക വിഷയങ്ങളുടെ നടുവിൽ അവര് കലങ്ങുന്നു എന്ന് യേശു തിരിച്ചറിഞ്ഞു. കലങ്ങുന്നത് തിരിച്ചറിഞ്ഞിട്ട് ആ നാഥനും ഗുരുവായവൻ അവരോട് പറയാ, കലങ്ങരുത്, പൊന്നു പ്രിയപ്പെട്ടവരെ, കലങ്ങരുത്. ഈ രാത്രി മസ്കറ്റിലെ ദൈവസഭയിലുള്ള എല്ലാ കുടുംബങ്ങളോടും എനിക്ക് ആത്മാർത്ഥമായി ഓർപ്പിക്കാനുള്ള സന്ദേശം, എന്ത് പ്രശ്നങ്ങൾ ജീവിതയാത്രയിൽ വന്നാലും കലങ്ങിപ്പോകരുത്.
എന്തുകൊണ്ട് കലങ്ങരുത്? ദൈവമക്കൾ കലങ്ങാതിരിക്കാനുള്ള 5 ഉറപ്പുകളാണ് ഈ രാത്രിയിലെ എൻ്റെ സന്ദേശം. അപ്പോൾ തന്നെ ഈ ഗൗരവകരമായ സന്ദേശം മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ ഒന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കണം. ശരിക്കും കലങ്ങരുത് എന്ന് പറയുന്ന നാഥന്റെ സ്വരം തിരിച്ചറിയണമെങ്കിൽ യോഹന്നാൻ 14 എന്നല്ല ഈ സബ്ജക്റ്റിനെ നാം പഠിച്ചു തുടങ്ങേണ്ടത്. യോഹന്നാൻ 13 തുടങ്ങണം. എന്താ യോഹന്നാൻ 13ന്റെ പ്രത്യേകത? യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചും അനന്തര സംഭവങ്ങളെ കുറിച്ചുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂസിഫിക്കേഷനും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമായി യോഹന്നാൻ 13 മുതൽ എഴുതി വരും. അതിനകത്ത് ആ 13ന്റെ 1 വളരെ സിമ്പിളായ ഒരു വാക്യം, പക്ഷെ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വാക്യം. ഒന്ന് ശ്രദ്ധിക്കാവോ? യോഹന്നാൻ 13ന്റെ 1. നിങ്ങൾക്കൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകട്ടെ. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിക്കാവോ? മ്യൂട്ട് ഓൺ ചെയ്തൊന്ന് വായിക്കാവോ? യോഹന്നാൻ 13ന്റെ 1 പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. മതി. ഈ വാക്യം സിമ്പിളാ. പക്ഷെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വചനം ധ്യാനിച്ചപ്പോ എന്റെ 4 മണിക്കൂർ അപകരിച്ച ഒരു വാക്യം. ഭയങ്കര സിമ്പിളാ. പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. സിമ്പിൾ ആണെങ്കിലും പെട്ടെന്ന് അങ്ങോട്ട് പിടിതരാത്തൊരു വാക്യം. എന്താ പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തിന്റെ അർത്ഥം? പെസഹ പെരുന്നാളിന് മുമ്പ് താൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ യേശു താൻ സ്നേഹിച്ചവരെ ഞാൻ ഈ വാക്യം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചന വെളിപ്പാട്. ഒരു സംഭവത്തിന്റെ ചുവട് പിടിച്ചായിരിക്കും വചന വെളിപ്പാട് കിട്ടിയത്. ക്രൈസ്തവ സമൂഹത്തിന് കനത്ത സംഭാവനകൾ നൽകുവാൻ കാലത്തിന്റെ മുമ്പിൽ ദൈവം എടുത്തുയർത്തി നിർത്തിയ അനുഗ്രഹിതരായ 3 കർത്തൃദാസന്മാരാ മഹാകവി KV സൈമൺ സാറും MV ചെറിയാൻ സാറും PM സക്കറിയ സാറും. അവരൊന്നിച്ചിരിക്കുന്ന ഒരു സംഗമവേദി മറ്റെങ്ങുമല്ല, KV സൈമൺ സാറിന്റെ മരണക്കിടക്ക്. അദ്ദേഹം ഇങ്ങനെ ജീവിതത്തിന്റെ സമാപന നിമിഷങ്ങളിൽ മരണത്തെ ഫേസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം മറ്റു 2 പേരും അദ്ദേഹത്തെ കാണാൻ ചെന്ന ആളുകൾ ഇങ്ങനെ തമ്മിലിരുന്ന് വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ അവരിൽ ഒരാൾ ഉറക്കെ പറഞ്ഞു, എന്താണേലും വലിയ ഭാഗ്യ ഈ മഹാദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് പറഞ്ഞപ്പോ അതെ മറ്റേ ആള് പൂരിപ്പിച്ചു, അതിനുവേണ്ടി എന്നെ നിങ്ങളെയും സാറിനെയൊക്കെ ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കണ്ടല്ലോ. ഇത് പറഞ്ഞപ്പോ മിണ്ടാൻ കഴിയാതെ കിടക്കുന്ന KV സൈമൺ സാറ് എന്തോടുത്തെന്നറിയാം? കൈ ഇങ്ങനെ പുറമോട്ട് കാണിച്ചു. അവർക്ക് കാര്യം പിടികിട്ടില്ല. അവര് പെട്ടെന്ന് സഹായിയോട് ചോദിച്ചു എന്തോ ആണ്. അന്നേരം സഹായി വന്ന് കാര്യം മനസ്സിലാക്കി വെച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സാറ് കേട്ടു, വർത്താനം പറയാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ പറഞ്ഞതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല നിങ്ങളെ ദൈവം കണ്ടത്, അതിനു മുമ്പേ നിങ്ങളെ കണ്ട ഒരു ദൈവമാണ് നിങ്ങൾ ദേവിക്കുന്ന ദൈവം. അന്നേരം അവരിൽ ഒരാൾ പറഞ്ഞു, അങ്ങനെയാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് അപ്പോഴും കൈ പുറമോട്ട് കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു പൂർവകാല നിത്യത, അപ്പോഴും കൈ പുറമോട്ട് കാണിച്ചു. അപ്പം പറഞ്ഞു എപ്പോഴാന്നൊന്നും അറിയത്തില്ല, എപ്പോഴാണേലും ആദ്യം കണ്ടപ്പോ എന്നെ സ്നേഹിച്ച ദൈവം. ഇന്ന് രാത്രി നമ്മളിൽ ആർക്കാ പറയാൻ പറ്റുന്നത് ദൈവം എപ്പോഴാ നമ്മളെ സ്നേഹിച്ചതെന്ന്? പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ഭൂമിക്ക് വൃത്തം വരയ്ക്കുന്നതിന് മുമ്പ്, ഭൂമിയെ സൃഷ്ടിക്കുന്ന പ്ലാൻ ഉണ്ടാകുന്നതിന് മുമ്പ് മഹാദൈവത്തിന്റെ നിർണയത്തിനകത്തുണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള പദ്ധതി. അങ്ങനെയാണ് നമ്മൾ അബദ്ധത്തിൽ ജനിക്കപ്പെട്ടവരല്ല, നമ്മുടെ ജനനം ഒരു ആക്സിഡന്റ് അല്ല, അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണോ? എത്ര പേർക്ക് മനസ്സിലാകുന്നു? അച്ഛാ, മസ്കറ്റിലെ സഭ ഒരബദ്ധമല്ല, ചക്ക വീണ് മുയല് ചത്തതുപോലെ ഉണ്ടായ ഒരബദ്ധമല്ല ഇത്. ഇതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായത് കൊണ്ടല്ലേ കഴിഞ്ഞ 25 വർഷമായിട്ട് വേരുണങ്ങാതെ തളിർക്കാൻ ദൈവം ഇടയാക്കിയത്. അപ്പൊ ആദ്യം കണ്ടപ്പോ സ്നേഹിച്ച ദൈവം. പിന്നെ ഒരു ദൂതൂടെ പറയാം. അതാ ദൂത്. ഈ നമുക്കൊരു കുഴപ്പമുണ്ട്, നമ്മളിങ്ങനെ തിരക്കായി കഴിയുമ്പോഴത്തേന് സ്നേഹമൊക്കെ പറയും. എന്നോട് എത്ര പേര് പരാതി പറയുന്നറിയാം, അനീഷ് പാസയ്ക്ക് ഇപ്പൊ പഴയ സ്നേഹമൊന്നുമില്ല, ഞങ്ങൾ വിളിച്ചാൽ എടുക്കത്തില്ലെന്ന്. എങ്ങനെ എടുക്കാനാ?
കുറഞ്ഞത് ഒരു 50 കോളുകളും ഉണ്ട് എന്റെ ഫോണിൽ ഒരു ദിവസം. ഈ അവിടുത്തെ സ്റ്റുഡിയോയിൽ ചെന്നാൽ പിന്നെ അവർ ആ ഫോൺ എടുത്ത് ലോക്കറിനകത്ത് വെക്കുന്നത് പോലെ ഒരു അലമാരിക്കകത്ത് വെക്കും. കാര്യം അത് കയ്യിലുണ്ടെങ്കിൽ അവർ പറയുന്നത് പരിപാടി ഒന്നും നടക്കത്തില്ല. സ്വത്രം അത് തന്നെയല്ല അവിടെ അത് ചെയ്യാനും പറ്റത്തില്ല. ഇത് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ എങ്ങനെയാ ഫോൺ എടുക്കാൻ പറ്റും? പിന്നെ അത്യാവശ്യമൊക്കെ തിരിച്ചു വിളിക്കും. കാണുമ്പോഴൊക്കെ ആൾക്കാർ പറയും പഴയ സ്നേഹമൊന്നുമില്ല. ഇത് എന്നോട് മാത്രമല്ല പറയുന്നത്, കുഞ്ഞുവൻചാനെ കുറിച്ചും പറയും, അലക്സാണ്ടർ പാസ്റ്ററെ കുറിച്ചും പറയും, എല്ലാരെ കുറിച്ചും പറയും. അവർക്ക് ആ പഴയ സ്നേഹമൊന്നും സ്വന്തം ഭാര്യ പറയും, ഭർത്താവ് പറയല്ല, പിന്നെ മക്കള് പറയല്ലോ. അപ്പായിക്ക് എന്നോട് എന്റെ ഇളയമ്മ പറയും അപ്പായിക്ക് സ്നേഹമൊന്നുമില്ല. എന്നാന്ന് ചോദിച്ചാ അവൻ പറഞ്ഞ സാധനം മേടിച്ചു കൊടുത്തില്ല, അത്രയും. മനുഷ്യന്റെ ഒരു സ്വഭാവം പ്രിയപ്പെട്ടവര്. പക്ഷെ ഞാനൊരു ദൂത് പറയാം. നമ്മളെ ആദ്യം കണ്ടപ്പം എങ്ങനാണോ നമ്മളെ സ്നേഹിച്ചു, അതുപോലെ തന്നെ ഈ ഒക്ടോബർ മാസം 14-ാം തീയതി ഇന്ത്യൻ സമയം ഇപ്പൊ 10:52 ഒക്ടോബർ മാസം 14-ാം തീയതി ഈ 10:53 എന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് ഇന്ന് രാത്രി ദൂത് പറയാം. ഗതിഭേദത്താൽ ആച്ഛാദനമില്ല, തന്റെ സ്വഭാവം മാറ്റാത്ത. അച്ഛാ, ആദ്യം കണ്ടപ്പോ എങ്ങനാണോ സ്നേഹിച്ചത് അതുപോലെ തന്നെ ഇന്നും അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവം. ഇന്ന് വരെ മാത്രമാണ് അല്ല, നരയ്ക്കവോ അല്ല, മരണത്തിൽ സ്തോത്രം ഊരിൽ താഴ്വരയിൽ കൂടെ പോയാൽ സ്നേഹിക്കുന്ന കർത്താവ് പറയാ കലങ്ങരുത്. എന്തുകൊണ്ട് കലങ്ങരുത് എന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട 6 കാരണമാണ് കലങ്ങാതിരിക്കാൻ അവർക്ക് കർത്താവ് കൊടുക്കുന്ന ഉറപ്പ്. യോഹന്നാൻ 13:36 മുതൽ 14:31 വരെ പരിശോധിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13:36 മുതൽ 14:31 വരെ പരിശോധിക്കുന്നു. കലങ്ങാതിരിക്കാൻ നമ്മുടെ കർത്താവ് തന്നിരിക്കുന്ന 6 ഉറപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോന്നും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ ഉറപ്പ് യോഹന്നാൻ 13:36 മുതൽ 14:6 വരെയുള്ള വാക്യം. 13:36 മുതൽ 14:6 വരെയുള്ള വാക്യം. കലങ്ങരുതാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്താണെന്നറിയോ? യു ആർ ഗോയിങ് ടു ഹെവൻ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നവരാ? സ്വർഗത്തിലോട്ട് പോകുന്നവരാ. അതുകൊണ്ട് എന്നെല്ലാം പ്രശ്നം ഈ ഭൂമിയിൽ ഉണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട? കലങ്ങ. യേശുക്രിസ്തുവിന്റെ കാഴ്ചപ്പാടിൽ സ്വർഗം അതൊരു റിലീജിയസ് ഇമാജിനേഷൻ അല്ല കേട്ടോ. കൃത്യമായിട്ട് സ്വർഗത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ദൈവവചനത്തിന് 2 പത്രോസ് 1:1 പറയുകയാണ്. സ്വർഗം നമ്മുടെ നിത്യരാജ്യം. 1 പത്രോസ് 1:4 പറയാം, അത് നമ്മുടെ നിത്യ അവകാശം. എബ്രായർ 11:6 പറയാം, അത് ദൈവം നമുക്കായി ഒരുക്കിയ നഗരമാണ്. യോഹന്നാൻ 14:12 പറയാം, അത് നമ്മുടെ വീടാണ്, സ്വന്തം വീട്. നിങ്ങളൊക്കെ പ്രവാസികളാ, ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ ചിലരെങ്കിലും ബാച്ചിലേഴ്സ് ആയിട്ട് അവിടുത്തെ ഇടുങ്ങിയ മുറി താമസിക്കുമ്പോഴും നിങ്ങളുടെ ജന്മനാട്ടിലില്ലേ വലിയ വീടാ നിങ്ങൾ പണിയുന്നത്. എന്നാ കാര്യം? അവിടെ പണിയാത്ത അത് നമ്മുടെ നാടല്ലല്ലോ. ഞങ്ങളുടെ വീട്ടിൽ 2 ബംഗാളികൾ പണിയുന്നുണ്ട്. ഇന്ന് ഒരത്യാവശ്യത്തിന് അവന്റെ ഒരു സാധനം എടുക്കാനായിട്ട് അവൻ താമസിക്കുന്ന മുറി ഞാൻ ചെന്നു. രാവിലെ ഒരു കുടുസുമുറി 8 പേര് കിടക്കുന്നു. ഞാൻ ചോദിച്ചു, ബംഗാളിലെ വീട് എങ്ങനെയുണ്ട്? എന്നോട് പറഞ്ഞു 4 മുറിയുള്ള വീട് ഞാൻ പണിതുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. നോക്കിയേ, ഇവിടെ കിടക്കുന്നത് കുടുസുമുറിക്കാണ്, ബംഗാളി പണിയുന്നത് 4 മുറിയുള്ള വീട്. എന്നാ കാര്യം? അതാ കാര്യം. പുള്ളി പറയും, ഇവിടുത്തെ തന്റെ വീടല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല, എനിക്കൊരു നിത്യവീട്. എത്ര പേർക്ക് ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാൻ പറ്റും, ഇവിടുത്തെ പ്രശ്നത്തിലൊന്നും നമ്മൾ തലയിടുകയും വേണ്ട. ഞാനിവിടെ ഒരു ചെറിയ വിഷയത്തിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരു ദൈവാസമാണ്.
എന്നെ മോൻ കണ്ട് വാടിയിരിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്നാ കാര്യം. ഞാൻ പറഞ്ഞു ചെറിയ വിഷയമൊക്കെ ഉണ്ട്. അന്നേരം പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഈ കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എത്രയോ പ്രാവശ്യം. തൃശ്ശൂർ ഭാഗത്തോട്ട് പോയിട്ടുണ്ട് ട്രാൻസ്പോർട്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് തിരുവല്ലായിൽ നിന്ന് കയറിയ നിർത്താതെ പോകുന്ന ബസ്സാണെങ്കിൽ കാപ്പി കുടിക്കാൻ എവിടെ നിർത്തുന്നതെന്നറിയാം. ഞാൻ പറഞ്ഞറിയാം പെരുമ്പാവൂര് ആന്നു. ഏത് തൃശ്ശൂർ ബസ്സെ കയറിയാലും കോഴിക്കോടിനൊക്കെ പോകുന്ന ലോങ് ട്രിപ്പ് ബസ് എല്ലാം പെരുമ്പാവൂര് കാപ്പി കുടിക്കും. എന്നോട് എനിക്ക് ഈ പെരുമ്പാവൂര് കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങി 10 മിനിറ്റേ ഉള്ളൂ. ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അകത്തെ കടയ്ക്കകത്തൊന്നും വലിയ വീറും വൃത്തി ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഒരു കടയുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേന് മഴയത്ത് കുറച്ച് വെള്ളമൊക്കെ കിടന്ന് ആ റോഡിൽ നിന്ന് ഒരു കാറുകാരൻ വെള്ളത്തുണിയെ മുഴുവൻ ചള്ള തെറിപ്പിച്ചു. എന്തോ എടുക്കും? ഞാൻ പറഞ്ഞു പ്രതികരിക്കും. അദ്ദേഹം പറഞ്ഞു പ്രതികരിച്ചുകൊണ്ട് നിന്നാ വണ്ടി പോയാലോ? 10 മിനിറ്റേ ഉള്ളൂ, ചായ കുടിച്ചേച്ച് തിരിച്ചു വരണം, അതിനുള്ള സമയമേ ഉള്ളൂ, വണ്ടി പോയാലോ? ഓ അത് ശരിയാണല്ലോ. അന്നേരം പ്രതികരിക്കാൻ പോയാ ഈ വണ്ടി പോകും. ഞാൻ പറഞ്ഞു പ്രതികരിച്ചേച്ച് അടുത്ത വണ്ടിയെ പോയാലോ? പുള്ളി പറഞ്ഞു അടുത്ത വണ്ടിയെ പോയാൽ തൃശ്ശൂര് പിന്നെയും ചായ കുടിക്കാൻ നിർത്തും. അന്നേരം വേറെ കാറുകാരൻ വെള്ളം തെറിപ്പിച്ചാലോ? പ്രതികരിച്ച് കോഴിക്കോട് ചെല്ലാൻ പറ്റിയെന്ന് വരത്തി. സത്യമല്ലേ പ്രിയപ്പെട്ടവര്? കാണുന്നതിന്റെ എല്ലാം വാലെ പിടിക്കാൻ പോവല്ലേ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കങ്ങ് നിത്യത ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടുത്തുകാരല്ലല്ലോ. ഇവിടല്ല ഉള്ളോ വേദനയും ദുഃഖവും കഷ്ടവും ഒക്കെ. ശരിക്കും യോഹന്നാനെ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് എഴുതാനായിട്ട് ആഗ്രഹിച്ച് എഴുതി വന്നത്. എഴുതി വന്നപ്പോ പുള്ളിക്ക് മനസ്സിലായി ഉള്ളതെല്ലാം കൂടെ എഴുതാൻ പോയ ഈ പുസ്തകത്തിൽ തികയത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരെ സ്വർഗത്തിൽ ഇല്ലാത്തതൊക്കെ എഴുതി. എന്തൊക്കെ ഇല്ലെന്ന് ചോദിച്ചപ്പോ ഒന്നാമത് പറഞ്ഞവിടെ വേദനയില്ല, രണ്ടാമത് പറഞ്ഞവിടെ ദുഃഖമില്ല, പിന്നെ പറഞ്ഞ് കരച്ചിലില്ല, മരണമില്ല, വൈറസ് ഇല്ല, രാത്രിയില്ല. സ്തോത്രം. അപ്പം വേദനയില്ലാത്ത, ദുഃഖമില്ലാത്ത, മരണമില്ലാത്ത, രാത്രിയില്ലാത്ത നമുക്ക് പ്രിയപ്പെട്ടവരായ എത്രയോ പ്രിയപ്പെട്ടവരെ കാലഘട്ടം കൊണ്ടുപോയി, കോവിഡൊക്കെ കൊണ്ടുപോയി. പക്ഷെ ദൈവമക്കള് രാത്രിയില്ലാത്ത, വേദനയില്ലാത്ത, മരണമില്ലാത്ത ഒരു നാടിനെ ലക്ഷ്യമാക്കി ഓടുന്ന ദൈവമക്കൾ എന്തിനോ ആകുലപ്പെടുന്നത്? കലങ്ങരുത്. 25 വർഷത്തെ ശുശ്രൂഷാനുഭവങ്ങൾ അടുത്ത ഒരു ലെവലിലേക്ക്, സ്റ്റെപ്പിലേക്ക് കാലെടുത്തു വെക്കുന്നു ദൈവസഭയോട് എനിക്ക് പറയുവാനുള്ള ദൂതിത, കലങ്ങരുത്. കാരണം എബ്രായർ 13:14 ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. റോമർ 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് ഞാൻ എഴുതുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആശങ്കപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ഒരിക്കലും കലങ്ങരുത്. എബ്രായർ 13:6 ദൈവദാസൻ പറഞ്ഞ വാക്കുകൾ ഉറക്കെ പറയണം. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പം കലങ്ങരുതാത്തതിന്റെ ഒന്നാമത്തെ കാരണം സ്വർഗീയ യാത്രക്കാരാ നമ്മൾ. അതുകൊണ്ട് ഭൂമിയിലെ പ്രശ്നങ്ങളിൽ കലങ്ങരുത്. ഇനിയും കലങ്ങരുതാത്തതിന്റെ രണ്ടാമത്തെ കാരണം യോഹന്നാൻ 17:5 വാക്യം, 1 മുതൽ 5 വരെയുള്ള വാക്യമാണ്. അവിടെ പറയുന്നു, ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് രാത്രി പറയുന്നത് മുഴുവൻ അവിടെ പറയുന്നു, യു ഷെയർ ഹിസ് ലൈഫ്. അവിടുത്തെ ജീവൻ നിങ്ങൾ പങ്കുവെക്കുന്നു. അതുകൊണ്ട് എന്നാ പ്രശ്നം കൊണ്ടുവരും നിങ്ങൾ കലങ്ങണം? എന്താ അവിടുത്തെ ജീവൻ? എന്താ അവിടുത്തെ ജീവന്റെ പ്രത്യേകത? ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് തോന്നുന്നു ഈ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഒക്കെ മെഴുകുപ്രതിമകൾ. ബ്രിട്ടൻ എക്കാലവും ആദരിക്കുന്ന ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹത്തിന്റെ മെഴുകുപ്രതിമ. അത് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് ആ ജോലിയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അത് കൈകാര്യം ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ അന്ന് അത് സംഭവിച്ചു. ഈ പ്രതിമ ഇങ്ങനെ തൂത്തു തുടച്ച് പൊടി കളഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി പ്രതിമയുടെ കഴുത്തൊടു.
വിൻസ്റ്റന്റ് ചർച്ചിലിന്റെ പ്രതിമയുടെ കഴുത്തൊടിച്ച വെറുതെ വിടുവോ? വലിയ വിവാദമായി. കേസ് കോടതി വന്നു. വക്കീലന്മാര് രണ്ട് സൈഡിൽ നിന്ന് വാദിച്ചു. വാദവും പ്രതിവാദവും എല്ലാം നടന്നു. പക്ഷെ ഒടുവിൽ കോടതി പിഴ വിധിച്ചു. എന്താണെന്നറിയോ? ചർച്ചിലിന്റെ പ്രതിമ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിന് അത് കൈകാര്യം ചെയ്ത ആളിന് പിഴ 100 പൗണ്ട്. 100 പൗണ്ടിൽ അത് നിർത്തി. അപ്പൊ തന്നെ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്, നേരിട്ടറിയാവുന്ന സംഭവം. ഞാൻ പഠിച്ചത് റാന്നിയില. ഞാൻ ജനിച്ചതും വളർന്നതും റാന്നിയില. 11 വയസ്സ് മുതൽ കർത്താവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചു. കൃപയാൽ കഴിഞ്ഞ് 28 വർഷമായി കർത്താവിനെ പ്രസംഗിക്കുന്നു. അങ്ങനെ ഡിഗ്രി റാന്നി കോളേജിൽ പഠിക്കുന്നിടം വരെ ദീർഘവർഷങ്ങൾ റാന്നി പഠിച്ചു. ഈ ഒരു കാലഘട്ടം എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മരണമാണ്. പണ്ട് റാന്നി കോളേജിലെ അധ്യാപകനായിരുന്നെന്നാ പറയുന്നത്, സ്കൂളിലെ അധ്യാപകനായിരുന്നെന്നാ പറയുന്നത് ആ മനുഷ്യൻ. പക്ഷെ മാനസിക നില താളം തെറ്റിയോണ്ട് അലഞ്ഞു തിരിയുന്ന ഒരു ഭിക്ഷക്കാരനായിട്ട് അയാൾ മാറി. ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന ആഹാരമൊക്കെ ഭക്ഷിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഒരു ദിവസം രാവിലെ സ്കൂളിൽ ചെന്നപ്പോ അറിഞ്ഞു ഈ മനുഷ്യൻ കൊല്ലപ്പെട്ടിരിക്കും. മോഷണ ശ്രമത്തിനിടയിലുള്ള കൊലപാതകം. പോലീസ് ഊർജിതമായിട്ട് അന്വേഷിച്ചു, പ്രതികളെ പിടിച്ചു. കോടതിയിൽ വാദവും പ്രതിവാദവും നടന്നു. ഒടുവിൽ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. എന്താ വിധിച്ച ശിക്ഷ എന്നറിയോ? 1,00,000 രൂപ പിഴ, ജീവപര്യന്തം തടവ്. 2 സംഭവമാണ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ സംഭവം, വിൻസ്റ്റന്റ് ചർച്ചിലിന്റെ മെഴുകുപ്രതിമയുടെ കഴുത്തൊടിച്ചുവിന് കിട്ടി 100 പൗണ്ട് പിഴ. ലോകം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പ്രധാനമന്ത്രിയുടെ മെഴുകുപ്രതിമയുടെ കഴുത്തൊടിച്ചു 100 പൗണ്ട്. ആരോരുമില്ലാത്ത ഊരും പേരുമില്ലാത്ത ഭിക്ഷക്കാരൻ. പക്ഷെ അയാളെ കൊന്നവന് 12 വർഷം തടവ്, 1,00,000 രൂപ പിഴ. ഇവരിൽ ആരാ വലിയവൻ? എന്നാ ഇങ്ങനെ ഒരു കോടതി വിധി? ഒറ്റ കാര്യ, വിൻസ്റ്റന്റ് ചർച്ചിലിൻ്റെത് മെഴുകു പ്രതിമയാ, അതിന് ജീവനില്ല. ഭിക്ഷക്കാരൻ ആരുമില്ലാത്തവനാണേലും അവന്റെ അകത്തെന്തോണ്ട്? ഉറക്കപ്പുറ ജീവനുണ്ട്. ആ ജീവനാ ഒരുത്തനെ വ്യത്യസ്തനാക്കുന്നത്. ഇന്ന് രാത്രി ലോകത്തിന്റെ മുമ്പിൽ എനിക്കും നിങ്ങൾക്കും വിലയില്ലെങ്കിലും നമ്മുടെ അകത്ത് അവിടുത്തെ ജീവൻ വ്യാപരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തലയിലെ മുടി വരെ എണ്ണി വെച്ചിരിക്കുന്നല്ലേ വചനം പറയുന്നത്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ. കണ്ണിന്റെ കൃഷ്ണമണി, കണ്ണിലെ കൃഷ്ണമണി എന്ന് പറയുമ്പോൾ ഈ ഞായറാഴ്ച ഞാൻ അത് പറഞ്ഞായിരുന്നു. 4 സംരക്ഷണ അതിനുള്ളത്. ഒന്ന്, അതൊരു സോക്കറ്റിനകത്താണ് കിടക്കുന്നത്, എല്ലിന്റെ സോക്കറ്റ്. 2, അവിടെ ഒരു കൺപോളയുണ്ട്. പിന്നെ 3, ഒരു കൺപീലി. 4, കണ്ണുനീര്. ഇത്രേ സംരക്ഷണമുള്ള സ്തോത്രം കണ്ണിന്റെ കൃഷ്ണമണി. ആ കൃഷ്ണമണിയുടെ സംരക്ഷണം പോലെ അതിനേക്കാൾ, കണ്ണിനെ കൃഷ്ണമണിയേക്കാൾ എന്നെ നിങ്ങളെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് അവിടുത്തെ ജീവനാ. ചുമ്മാന്നും ആളുകൾക്ക് നമ്മളെ അങ്ങ് ഇല്ലാതാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ രാത്രി ഉറക്കപ്പറ, എനിക്കൊരു നിയന്ത്രിതാവുണ്ട്, എനിക്കൊരു സംരക്ഷകനുണ്ട്, എനിക്കൊരു അവകാശിയുണ്ട്. ധൈര്യത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റും? താൻ വാഴുകയാൽ ആകുലമില്ല, ഇസ്രായേലിന്റെ പരിപാലനം. അപ്പൊ രണ്ടാമത് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് നമുക്കൊരു സംരക്ഷകൻ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മേൽ അവിടുത്തെ ജീവനുണ്ടെന്നുള്ളത്. ഇനിയും യോഹന്നാൻ കലങ്ങാതിരിക്കാൻ പറയുന്ന മൂന്നാമത്തെ ഉറപ്പ് 14:7 മുതൽ 11 വരെയുള്ള വാക്യം. 19:24 കൂടെ ചേർത്ത് വായിച്ചു. യോഹന്നാൻ 14:7 മുതൽ 11 വരെ, 19:24 വരെയുള്ള വാക്യം. എന്താ വാക്യം? അവിടെ പറയുന്നത് ഇതാ, കലങ്ങാതിരിക്കാനുള്ള മൂന്നാമത്തെ ഉറപ്പ്. 1, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നവരായതുകൊണ്ട് കലങ്ങരുത്. 2, ദൈവിക ജീവൻ അനുഭവിക്കുന്നവരായതുകൊണ്ട് കലങ്ങരുത്. ഇനി കലങ്ങാതിരിക്കാനുള്ള മൂന്നാമത്തെ കാര്യം, യു നോ ദ ഫാദർ റൈറ്റ് നൗ ആൻഡ് വി എൻജോയ് ദ ഫാദേഴ്സ് ലവ്. നമുക്കൊരു പിതാവിനെ അടുത്തറിയാം.
അവിടുത്തെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നവരാണ്. ഈ ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ അവിടുന്ന് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പകർന്നിരിക്കുന്നത്. ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. അബ്ബാ ദൈവത്തെ സംബോധന ചെയ്യുന്ന 430ഓളം പദങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. എബനേസർ, എൽ ഷദായ്, റാഫ, നിസി, പാറ, കൊടി, ഇങ്ങനെ 430ഓളം പദങ്ങൾ ദൈവത്തെ സംബോധന ചെയ്യുന്നത് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്കാ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അബ്ബ എന്ന് വിളിക്കാൻ പറ്റും. ദൈവങ്ങളെ കുറിച്ചുള്ള ഭയം ജ്വലിപ്പിക്കുന്ന സങ്കല്പങ്ങളുള്ള ഒരു പ്രത്യേക സമൂഹത്തെ, അവരുമായി ഇടപഴകുന്ന ആളുകളോടാണ് പൗലോസ് ഈ കാര്യം വിവരിക്കുന്നത്. ഗ്രീക്ക് സംസ്കാരത്തിലൊക്കെ ദൈവങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭയം ധ്വനിപ്പിക്കുന്ന സങ്കല്പങ്ങളാണ്. ഞാൻ വായിച്ചിട്ടുള്ള ഒരു മിഥോളജിയാണ്. ഈ ഗ്രീക്കുകാരുടെ പ്രധാനപ്പെട്ട ദേവനായിരുന്നു പ്രോമത്യൂസ്. പ്രോമത്യൂസ് വളരെ അലിവുള്ള ഒരു ദേവൻ. അപ്പൊ തന്നെ മനുഷ്യൻ തീ ഉപയോഗിക്കാത്ത ഒരു കാലം, തീ ഉപയോഗിക്കാത്ത ആ കാലഘട്ടത്തിൽ മനുഷ്യന്റെ കഷ്ടപ്പാട് കണ്ട പ്രോമത്യൂസ് മനുഷ്യന് തീ അനുവദിച്ചു കൊടുത്തു. ഇത് മനസ്സിലാക്കിയ ഗ്രീക്ക് ദേവന്മാരുടെ തലവനായിരിക്കുന്ന അഡ്രിയാഡ് എന്ന് പറയുന്ന ദേവൻ പ്രോമത്യൂസിന് വിധി കൽപ്പിച്ചു. എന്തായിരുന്നു വിധി എന്നറിയാമോ? അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കിലെ പാറക്കെട്ടിൽ പ്രോമത്യൂസിനെ ജീവിതകാലം മുഴുവൻ ബന്ധിച്ചിടുക. പകലിന്റെ ചൂടും രാത്രിയുടെ ശൈത്യവുമേറ്റ് മരവിക്കത്തക്ക നിലയിൽ അദ്ദേഹത്തെ ബന്ധിച്ചിടും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശരീരം പച്ചയ്ക്ക് കൊത്തിവലിക്കുവാൻ ഒരു കഴുകനെയും ഏർപ്പാടാക്കി. നോക്കിക്കേ, ദൈവങ്ങളെ കുറിച്ചുള്ള ഗ്രീക്കുകാരുടെ സങ്കല്പം ഇതാ. ഈ സങ്കല്പമുള്ള ഗ്രീക്കുകാരുമായിട്ട് ഒത്തിരി സഹവസിക്കുന്ന യഹൂദ ജനതയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാന്ന് വിളിക്കാൻ പറ്റുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ അകത്ത് ദൈവം പകർന്നിരിക്കുക. ചെറിയ കാര്യമാണോ ഇത്? ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവം. അടുത്ത സമയത്ത് ഞങ്ങളുടെ സഭയുടെ ഒരു വിവാഹത്തിൽ ഞാനിങ്ങനെ പ്രസംഗിക്കുക. പ്രസംഗം കഴിഞ്ഞ് വിവാഹ ശുശ്രൂഷ സമാപന സമയത്ത് എത്തപ്പെടുന്നു. അപ്പോഴേ കുറച്ചു പേർക്ക് ആശംസയ്ക്ക് അവസരം കൊടുത്തു. ഈ സമയത്ത് ഒരു പ്രായമുള്ള പിതാവ്, അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോഴേ എനിക്ക് പരിചയം. കാര്യം അദ്ദേഹം അമേരിക്കൻ മലയാളിയാണെങ്കിലും സംസ്കൃത പണ്ഡിതന. അദ്ദേഹത്തിന്റെ ചില ബുക്കുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ മനുഷ്യന്റെ പേര് കേട്ടപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞുങ്ങളോട്, പ്രത്യേകിച്ചും വിവാഹിതരായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളോട് ഇദ്ദേഹം പറയുന്നത് എന്താന്ന് കേൾക്കാൻ ആകാംക്ഷഭരിതനായിട്ട് ഞാനിങ്ങനെ ചെവി കൂർപ്പിച്ചിരിക്കുമ്പോ 78 വയസ്സുള്ള പിതാവ് വിറച്ചു വന്നേച്ച് ആ പോഡിയത്തെ പിടിച്ച മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് ഉറക്കെ പറയാ, മക്കളെ, ഇപ്പൊ ഇവിടുത്തെ പാസ്റ്ററിനെ വിളിച്ച പേരില്ലേ, ആ പേര് എന്റെ ഒഫീഷ്യൽ നെയിമാ, എന്റെ പേരാ, എന്റെ പാസ്പോർട്ടിലുള്ള പേരാ ഇത്. പക്ഷേ എന്റെ അപ്പനും അമ്മയും എനിക്കിട്ട പേര് ഇതല്ല. എന്റെ അപ്പനും അമ്മ എന്നെ ആദ്യം വിളിച്ച പേര് കുട്ടാന്ന്. എന്നിട്ട് 78 വയസ്സുള്ള അപ്പച്ചൻ പറയാ, എന്നെ ഇപ്പൊ ആരും കുട്ടാന്ന് വിളിക്കാറില്ല. കുട്ടാന്ന് വിളിച്ച അപ്പൻ മരിച്ചു, കുട്ടാന്ന് വിളിച്ച അമ്മ മരിച്ചു, കുട്ടാന്ന് വിളിച്ച അപ്പന്റെ സഹോദരങ്ങൾ മരിച്ചു, അമ്മയുടെ സഹോദരങ്ങൾ മരിച്ചു. ഈ തലമുറ മുഴുവൻ പോയോണ്ട് എന്നെ ഇപ്പൊ ആരും കുട്ടാന്ന് വിളിക്കാറില്ല. പിന്നെ എനിക്കിപ്പോ ഈ ചെവിക്ക് ചില കേൾവിക്കുറവുണ്ട്. അതുകൊണ്ട് മിഷൻ വെക്കാത്ത സമയത്തൊക്കെ എന്നെ വിളിച്ചിട്ട് കേൾക്കാത്തോണ്ട് എന്റെ കൊച്ചുമക്കളും മക്കളും ഒക്കെ പറയാറുണ്ട്, കുട്ടാന്ന് വിളിക്കത്തില്ലേലും ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഈ അപ്പച്ചൻ ഒരു പൊട്ടനപ്പച്ചനാണ്. അതല്ലേലും എല്ലാരും കേൾക്കും. കുട്ടാന്ന് വിളിച്ചാൽ കേട്ടില്ലേലും ചെവി കേൾക്കാത്ത അപ്പച്ചൻ പൊട്ടാന്ന് വിളിച്ചാൽ എന്ത് ചെയ്യും?
അടുത്തത് പറയാ, അതാ എന്നെ ചിന്തിപ്പിച്ചു. മക്കളെ, എപ്പോഴൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ചെന്നിരുന്നു അബ്ബാന്ന് വിളിക്കൂ, അപ്പോഴൊക്കെ എന്നെ കുട്ടാന്ന് വിളിക്കുന്ന ഒരു സ്വരം എനിക്ക് കേൾക്കാൻ പറ്റും. അങ്ങനല്ലേ വചനം പറയുന്നത്? കർത്താവ് നമ്മളെ എങ്ങനെ വിളിക്കുമെന്ന് അച്ഛാ പറയുന്നു? ഓമനപ്പേര് ചൊല്ലി. അപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിലെ പേരല്ല വിളിക്കുന്നത്, ഓമനപ്പേര് ചൊല്ലി. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു അപ്പനുണ്ടെന്ന്. പിന്നെന്നാത്തിനാ പേടിക്കുന്നത്? പിന്നെന്നാത്തിനാ കലങ്ങുന്നത്? ഉള്ളം കലങ്ങുന്ന വേളയില് ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു, തെല്ലും ഭയം വേണ്ട എൻ്റെ മകനെ, എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും. അപ്പം കലങ്ങരുതാത്തതിന്റെ 3 ഉറപ്പ് ഞാൻ പറഞ്ഞു. 1, നമ്മൾ സ്വർഗീയ യാത്രക്കാർ. 2, അവിടുത്തെ ജീവൻ നമ്മൾ അനുഭവിക്കുന്നത്. 3, നമുക്കൊരു പിതാവിനെ അറിയാം, അവിടുത്തെ സ്നേഹം നാം അനുദിനം അനുഭവിക്കുന്നവർ. ഇനിയും ദൈവമക്കള് കലങ്ങരുതാത്തതിന്റെ 4ാമത്തെ കാരണം, you have the privilege of prayer. പ്രാർത്ഥിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. ചെറിയ കാര്യമാണോ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? പ്രസംഗിക്കാൻ എല്ലാവരെയും കൊണ്ടും പറ്റും. ഈ പ്രസംഗിക്കാനായിട്ട് കഴിവുള്ളവർക്കെല്ലാം പറ്റും. പക്ഷെ കഴിവുള്ളവർക്കെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കൃപയുള്ളവർക്കേ പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥനയെ കുറിച്ച് ദൈവവചനം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. ഒന്നിനെ കുറിച്ചും, ഫിലിപ്പിയ ലേഖനം 4:6, ഒന്നിനെ കുറിച്ചും വിചാരം, എല്ലാറ്റിനും നിങ്ങൾ എന്ത് ചെയ്തോണം? പ്രാർത്ഥിച്ചു. 90 വയസ്സുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവ് കുന്നംകുളത്തിനടുത്ത് പഴഞ്ഞിയിൽ PV ചുമ്മാറുദേശി എന്ന് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നവതി ആഘോഷിക്കുന്ന ഈ ദിവസം, കഴിഞ്ഞ ദിവസം സൂമിൽ നടന്ന ഒരു യോഗത്തിൽ ഞാൻ കയറി പ്രസംഗിച്ചാൽ, കുന്നംകുളത്തെ അവരുടെ കൺവെൻഷനുകളിലെല്ലാം സ്ഥിരമായിട്ട് എന്ന് ദൈവവചനം പ്രസംഗിക്കാറ്. ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ ഒരു അനുഭവം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ. ഭർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ CAയുടെ ആദ്യത്തെ പ്രിലിമിനറി കോഴ്സ് പാസ്സായിട്ട് നിൽക്കുന്ന സമയം 25,000 രൂപ വീട്ടുകാർ അന്നത്തെ കാലത്ത് ഈ മനുഷ്യന് വീതം കൊടുത്തു. ആ വീതം കൊണ്ട് പാസ്റ്റർ കാൽക്കൽ വെച്ചേച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു സമയം. പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴുപ്പട്ട്. ഉച്ചക്കഞ്ഞി കിട്ടുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിരിക്കും. 3 ദിവസവും ഈ ആന്റി കഞ്ഞി തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചു. അരിയില്ലാത്തോണ്ട് തീ കിടന്ന് കത്തുക. ദൈവദാസൻ ട്രാക്റ്റും കൊണ്ടും പോയി. 3ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേന് ആകെ അങ്ങ് മടുത്തു. പുള്ളിക്കാരി തീരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, അരിയില്ല, മുളകില്ല, മല്ലിയില്ല, ഉപ്പില്ല, നീ ഇതൊന്നും കാണുന്നില്ലേ കർത്താവേ എന്ന് ചോദിച്ചു കരയും. കരച്ചിലും പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പോ എന്താണ്ട് അത്ഭുതം, 5 കിലോ അരി, അതിന്റെ പയറും പരിപ്പും എല്ലാം മുറ്റത്തിരിക്കും. പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് ദൈവത്തെ സ്തുതിക്കാതെ. അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന നിരീശ്വരവാദിയായ മനുഷ്യൻ ഇങ്ങോട്ട് വന്നേച്ചു പറഞ്ഞു, ഹലോ, ഇതിനകത്ത് നിങ്ങളുടെ ദൈവത്തെ കൂട്ടുപിടിക്കൊന്നും വേണ്ട, അങ്ങേർക്ക് ഒരു കഴിവില്ലെന്ന് തെളിയിക്കാൻ ഞാൻ ചെയ്ത പരിപാടിയായത്. നിങ്ങൾ ഇവിടെ കിടന്ന് കാറിക്കൂവി പ്രാർത്ഥിച്ചപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ വീട് 3 ദിവസമായിട്ട് പുകയുന്നില്ലെന്ന്. നിങ്ങളുടെ ദൈവത്തിന് ഒരു കഴിവില്ലെന്ന് തെളിയിക്കാൻ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനമായി. എന്നാ ബില്ല് കൊടുത്തപ്പോ ഈ ആന്റി 2 സ്വോത്രം കൂടെ പറഞ്ഞു. അന്നേരം അങ്ങേര് പിന്നെ ചോദിക്കുക, ഇനി എന്നാത്തിനാ കിടന്ന് അലയ്ക്കുന്നത്? അന്നേരം പുള്ളിക്കാരത്തി കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ, അങ്ങ് ആരെ കൊണ്ടേലും ഒക്കെ പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, പക്ഷേ ഈ മുതുവിശ്വാസിനെ കൊണ്ട് പ്രവർത്തിക്കുമെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.
ഓർത്തോണം, നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തുനിന്നല്ല നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. സ്വപ്ന എത്ര പേര് രാത്രി വിശ്വസിക്കുന്നു? നിങ്ങൾ ചിന്തിക്കാത്തിടത്തുനിന്ന് ഞാനിത് ചുമ്മാതെ ചിരിക്കാൻ വേണ്ടി പറയല്ല, മറിച്ച് കർത്താവിന്റെ ആത്മാവ് കഴിഞ്ഞ 25 വർഷത്തെ ഇതൊരു താങ്ക്സ് ഗിവിംഗ് സർവീസാ. ശരിക്കും പറഞ്ഞ 2 കാര്യം ഓർത്താ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇസ്രയേൽ എന്നും ദൈവത്തെ ആരാധിച്ചത് 2 കാര്യം ഓർത്ത. അത് 25ാമത്തെ വർഷം മാത്രമല്ല അവർ ഓർത്തത്, എല്ലാ ദിവസവും അവർ ഓർത്തു. ഒന്നാമത്തെ കാര്യം, ദൈവം അവരെ നടത്തിയ വിധങ്ങൾ അവർ ഓർത്തു. അപ്പം എല്ലാ ദിവസവും ഓർക്കണം. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കണം, ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കണം. മസ്റ്റായിട്ട് പറയണം, അവസരം ഉപയോഗിക്കണം. അനീഷ് തോമസ് പാസ്റ്റർ ഇച്ചിരി പ്രസംഗിക്കുന്ന സമയം കുറച്ചു കൊടുത്താലും കുഴപ്പമില്ല. ദൈവം നടത്തിയ വിധം ഞാൻ ഉൾപ്പെടെയുള്ളവർ കേക്കെ നിങ്ങൾ പറയണം. സ്വത്രം. യഹോവ ഭക്തന്മാർ തമ്മിൽ എന്ത് ചെയ്തു? സംസാരിച്ചു. ദൈവമക്കൾ ദൈവം നടത്തിയ വിധങ്ങളെ, പ്രാർത്ഥനയുടെ മറുപടികളെ കുറിച്ച്, അത്ഭുതകരമായ ദൈവപ്രവർത്തികളെ കുറിച്ച് ഉറക്കെ പറയണം. ഇത് നമുക്ക് മാത്രമുള്ള അവകാശമാണ്, പ്രാർത്ഥിക്കാനുള്ള അവകാശം. ആരോടാ പ്രാർത്ഥിക്കുന്നതെന്നറിയാതെ എത്രയോ ആളുകൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ ഒരു പ്രിവിലേജ് ഉണ്ട്. സങ്കീർത്തനക്കാരൻ പറയോ, നിന്നോടല്ലോ യഹോവേ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉള്ളം കലങ്ങിയ നേരത്തൊക്കെ അവിടുന്ന് അത്ഭുതം ചെയ്ത അനുഭവങ്ങൾ പറയാനില്ലേ പ്രിയപ്പെട്ടവർ? അതുകൊണ്ട് ഇസ്രായേൽ എന്നും ആരാധിച്ചത് നടത്തിയ വിധം. അവരിങ്ങനെ യാത്രക്കാരാണല്ലോ. യാത്രക്കാർക്ക് എപ്പോഴും, ഗസ്റ്റിന് എപ്പോഴും കിട്ടുന്നത് നല്ല ഫുഡല്ല. ചെല്ലുന്നിടത്തെല്ലാം KFC, മക്ഡൊണാൾഡ്സും അതും ഇതും എല്ലാം കഴിക്കുമ്പോൾ, ബർഗറും അതും ഇതും എല്ലാം കഴിക്കുമ്പോൾ, പിള്ളേരിത് കഴിക്കുമ്പോൾ അപ്പച്ചന്മാര് പിള്ളേരോട് പറഞ്ഞു, മക്കളെ കഴിച്ചത് നല്ലതാ, കഴിച്ചോണം. നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിച്ച കപ്പയെക്കാട്ടി, കാച്ചിലിനെക്കാട്ടി, ചേമ്പിനെക്കാട്ടിലൊക്കെ നല്ല സാധന കഴിച്ചു. പക്ഷെ കഴിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഇതല്ല നിങ്ങളുടെ നാട്. ഇത് നിങ്ങൾ ഗസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ കിട്ടുന്നതാ. ഇവിടെ അല്ല, ഇതിനക്കരെ ഒരു നാട്. ഇതിനക്കരെ കിട്ടിയതിലൊക്കെ തൃപ്തരായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ആരാധിക്കേണ്ടതിന്റെ 2ാമത്തെ കാരണം, ദൈവം ഒരുക്കിയ നിത്യ നാടിനെ ഓർത്തോണ്ട് വേണം ആരാധിക്കാൻ. അവരോ അധികം നല്ലതിനെ സ്വർഗീയ. അപ്പൊ 25 വർഷത്തെ താങ്ക്സ് ഗിവിംഗ് സർവീസിൽ 2 കാര്യം ഓർത്തോണം. ഒന്ന്, നടത്തിയ വിധം ഓർത്തോണം. അപ്പം തന്നെ പോകാൻ പോകുന്ന നാടിനെ കണ്ടുകൊണ്ട് വിശ്വാസത്താൽ ദൈവത്തെ ആരാധിച്ചോണം. ഓ ശബാര, എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാൻ? ഹല്ലേലൂയ. അച്ഛാ, ഒരു പാസ്പോർട്ടും കൈ പിടിച്ച് ഒരു പക്ഷേ ഒരു പെട്ടിക്കകത്തെ തുണിയുമായി മണലാരണ്യത്തിൽ ചെന്ന നിങ്ങളെ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ അത്ഭുത വഴിയിലൂടെ ദൈവം നടത്തി. ആ നടത്തിപ്പുകൾ ഓർത്തു ദൈവത്തെ സ്തുതിച്ചോണം. സ്തുതിക്കുമ്പോൾ തന്നെ ഓർത്തോണം, ഇതല്ല നിങ്ങളുടെ നാട്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇതല്ല നമ്മുടെ നാട്. ഇതല്ലോ ദൈവം ശില്പിയായി നിർമ്മിച്ചു. 6 ദിവസം കൊണ്ട് ദൈവം സൃഷ്ടിച്ച ഭൂമി ഇത്ര സുന്ദരമാണെങ്കിൽ 2000 കൊല്ലം കൊണ്ട് ഒരുക്കപ്പെടുന്ന വീട്. നോഹയും പിള്ളേരും എല്ലാം കൂടെ പെട്ടകത്തിൽ കയറിയപ്പോ പെട്ടെന്ന് കാലാവസ്ഥ ഒക്കെ മാറാൻ തുടങ്ങിയപ്പോ പെട്ടെന്നൊരു ചിന്ത, ആരും വാതിലടക്കേണ്ട, പറഞ്ഞ ദൈവം അടപ്പിച്ചോളൂ. വാതില് അടക്കുകയൊക്കെ ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് നമ്മളായിട്ട് തുറക്കാനും അടയ്ക്കാനും ഒന്നും നിൽക്കണ്ട. വാതിലടച്ചു, മഴ പെയ്യാൻ തുടങ്ങി, വെള്ളം പൊങ്ങാൻ തുടങ്ങി, പെട്ടകം ആടി വലയുന്നു. പിള്ളേർ വെച്ച്, അപ്പ എന്റെ എടാ എന്താടാ? അപ്പൊ ആ സാധനം എന്തോ കാര്യം പറ. അപ്പൊ ഇതിന്റെ സ്റ്റിയറിംഗ് എവിടാ? അല്ലെ എഞ്ചിൻ വെള്ളത്തിൽ കൂടെ പോണ്ടായോ? അപ്പനും ചിന്തിച്ചു, ഉണ്ടോ എഞ്ചിൻ? സ്റ്റിയറിംഗിന്റെ കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ അനുസരിക്കുന്നവരൊക്കെ സ്റ്റിയറിംഗ് എവിടാ? പറ പ്രിയപ്പെട്ടവരെ. ഉന്നതനും ഉന്നതനും മഹോന്നതനും അത്യുന്നതനുമായവൻ നമ്മുടെ പ്രശ്നത്തിൽ ഇടപെടുമ്പോ നിയന്ത്രിക്കുന്നത് അവിടുത്തെ കരമല്ലേ? ഒരു കാര്യം എനിക്ക് സത്യമായിട്ട് പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ അലയാൻ അവിടുന്ന് അനുവദിക്കത്തില്ല.
എത്തിക്കേണ്ടിടത്തെത്തി. ഞാൻ പറഞ്ഞ് പരിമിതപ്പെടുത്തുക വാക്ക്. ഒന്ന്, നിങ്ങൾ അവിടുത്തെ ജീവൻ അനുഭവിക്കുന്നവർ. രണ്ട്, നിങ്ങൾ സ്വർഗീയ യാത്രക്കാരാണ്. മൂന്ന്, നിങ്ങൾ ഒരു പിതാവിന്റെ സ്നേഹം അനുഭവിക്കുന്നവരാണ്. നാല്, പ്രാർത്ഥനയ്ക്കുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്. ഇനി അഞ്ചാമത്തെ പ്രത്യേകത, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. വി ഹാവ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ മേൽ ഒരു ആത്മാവിനെ അവിടുന്ന് ആക്കി വെച്ചിരിക്കും. എന്താ ഈ ആത്മാവിന്റെ പ്രത്യേകത? പരിശുദ്ധാത്മാവിന്റെ പങ്കാളിത്തം. പരിശുദ്ധാത്മാവിന് 6 പ്രത്യേകതയുള്ളൂ. ഒന്ന്, നമ്മുടെ ലിമിറ്റേഷൻസ് ഇല്ലേ, നമ്മുടെ പരിമിതികൾ. ഈ പരിമിതികളെ ഓവർകം ചെയ്യുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് ആരാന്നറിയോ? പരിശുദ്ധാത്മാവ. കർത്താവിന് വെച്ചാൽ നാളെയൊക്കെ ഞാനത് പറയാം. എന്റെ പരിമിതിയൊക്കെ ജയിക്കാൻ എന്നെ സഹായിച്ചത് പരിശുദ്ധാത്മാവ. നമ്മുടെ പരിമിതികളെ ജയിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും പരിശുദ്ധാത്മാവ്. രണ്ട്, നമ്മുടെ വാക്തത്വങ്ങളെ പ്രാപിക്കാൻ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവ. മൂന്ന്, തിരുവെഴുത്തുകളുടെ ആഴം നമുക്ക് തെളിയിച്ചു നൽകുന്നത് പരിശുദ്ധാത്മാവ. നാല്, യേശു ചെയ്തതുപോലെ എല്ലാം ചെയ്യുവാൻ നമ്മളെ ശക്തരാക്കുന്നത് പരിശുദ്ധാത്മാവ. അഞ്ച്, പാപം ചെയ്യാതെ നമ്മെ സൂക്ഷിക്കുവാൻ നമുക്ക് സഹായം നൽകുന്നത്, പാപത്തിന്റെ മേൽ ജയം ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ. ആറ്, കർത്താവിന്റെ മണവാട്ടിയായിട്ട് നമ്മെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവ. അപ്പം 6 വിധ പ്രത്യേകതകളാ പരിശുദ്ധാത്മാവിനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് വചനം പറയാം. കംഫോർട്ടർ, അഡ്വക്കറ്റ്, എൻകറേജർ, പാരാക്ലീറ്റോസ് എന്നൊരു വാക്കാ കാണാൻ പറ്റുന്നത്. സഹായത്തിനായി സമീപം നിൽക്കുവാൻ വിളിക്കപ്പെട്ടവൻ. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് കൊണ്ട് കലങ്ങരുത്. ഇനി കലങ്ങരുതാത്തതിന്റെ 6ാമത്തെ കാരണം, അത് യോഹന്നാൻ 14:25 മുതൽ 31 വരെയുള്ള വാക്യം. 14:25 മുതൽ 31 വരെയുള്ള വാക്യം. യു ഹാവ് ഹിസ് ഗിഫ്റ്റ് ഓഫ് ഹോളി, അതെ, ഹിസ് ഗിഫ്റ്റ് ഓഫ് പീസ്. നിങ്ങൾക്ക് അവിടുത്തെ സമാധാനം എന്ന സമ്മാനം ദൈവം തന്നിരിക്കുക. യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരും, ലോകം തരുന്നത് പോലെ അല്ല. അപ്പൊ ലോകത്തിനും എന്തോ ഉണ്ട്? സമാധാനം. ലോകവും സമാധാനം തരും, ദൈവവും സമാധാനം. പക്ഷെ ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തമ്മിൽ there is a big വളരെ ഭയങ്കര ഗ്യാപ്പ്, ഭയങ്കര ഡിഫറൻസ്. ലോകത്തിന്റെ സമാധാനത്തിന്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതെല്ലാം റിസോഴ്സസിനെ ബേസ് ചെയ്യും. 46,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുണ്ടായിരുന്ന കപ്പൽ ചോദിച്ചാനില്ലേ, പുള്ളിക്കാരന് ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ഒക്കെ ചെയ്തില്ലേ? എന്നാ കാര്യം? ഈ കോവിഡ് കാലത്ത് എന്നാ കാര്യം? റിസോഴ്സസ് നഷ്ടപ്പെട്ടെന്ന് കേട്ടപ്പോ ഇതൊക്കെ ഒരു സൂം പ്ലാറ്റ്ഫോമാ, പറയരുത്. എങ്കിൽ പോലും ക്രിസ്റ്റോസൻ തിരുമേനി പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് പറയാം. മുത്തൂറ്റുകാരുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഡെഡിക്കേഷനിൽ അദ്ദേഹം പറഞ്ഞത്, മുത്തൂറ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മൊത്തം ഊറ്റുകയാണ്. അങ്ങനെ മൊത്തം ഊറ്റി ഇതിന്റെ എല്ലാ പലിശയും കൂട്ടുപലിശയും മേടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന അച്ചാനും കഴിഞ്ഞിടയിൽ ആത്മഹത്യ ചെയ്ത് കെട്ടിടത്തെ നീയാടി. എന്നാ കാര്യം? റിസോഴ്സസ് പോയി കഴിഞ്ഞാൽ ലോകത്തിന്റെ സമാധാനം പോയി. വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ പോയാൽ ലോകത്തിന്റെ സമാധാനം, ജോലി പോയാൽ ലോകത്തിന്റെ സമാധാനം, ഹാർട്ടിന് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സമാധാനം പോയി, ക്യാൻസർ ആന്ന് കേട്ടാ ലോകത്തിന്റെ സമാധാനം പോ, ആത്മഹത്യ ചെയ്യും. കാര്യം ഇത് റിസോഴ്സസിനെ ബേസ് ചെയ്ത. മസ്കറ്റിലെ ജോലി പോയാൽ ലോകത്തിന്റെ സമാധാനം. പക്ഷേ സ്വർഗത്തിന്റെ ഒരു സമാധാനമുണ്ട്. എന്തോ അതിന്റെ പ്രത്യേകത എന്ന് അറിയാം? അത് റിസോഴ്സിനെ ബേസ് ചെയ്തല്ല, അത് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത. ജോലി പോയാലും പോത്തില്ല, ക്യാൻസർ വന്നാലും പോത്തില്ല, സ്വത്രം മണ്ണോട് മണ്ണായി അമർന്നു പോയാലും അകത്തെ സമാധാനം പോകത്തില്ലെന്ന്. എന്നാ കാരണം? അതുകൊണ്ടല്ലേ പാതി തളർന്നിട്ടും. ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു അച്ചാന് ഒരു സൈഡ് മുഴുവൻ തളർന്നിരിക്കുക, ഇങ്ങേ സൈഡിലെ ഇടത്തെ കൈ കൊണ്ട് നെഞ്ചിലിട്ടടിച്ച് ദൈവത്തെ ആരാധിക്കും. അച്ചാനോട് ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ ഈ ആരാധന, ഈ വലത്തെ കൈ തളർന്നിട്ടും ഇടത്തെ കൈ കൊണ്ട് നെഞ്ചത്തടിക്കുന്നത്? അന്നേരം പുള്ളിക്കാരൻ പറയാ, ഒരു കൈ പോയപ്പോഴാ ഒരു കൈയുടെ വില എനിക്ക് മനസ്സിലായത്. അതുമാത്രമല്ല,
ഇത്രയേലും ബലം ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോ, അകത്ത് വ്യാപരിക്കുന്ന ആ സന്തോഷം ഓർക്കുമ്പോ നെഞ്ചത്ത് കൈയടിച്ചാലും അധികം പറ്റല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. രാജൻ ബ്രദർ, ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ടാണ് കാണുന്നത്. പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരു ശുശ്രൂഷയെ ഒന്നിച്ചു നിൽക്കുന്നത്. എത്ര ഫ്രീ ആയിട്ടാ, എത്ര സന്തോഷത്തോടാ. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി ഉയർത്തൊന്നുമല്ല, എത്ര സന്തോഷത്തോടാ അദ്ദേഹം നിന്ന് ദൈവത്തെ ആരാധിച്ചത്. എന്നാ കാര്യം? ഇതൊരു റിലേഷൻഷിപ്പാ പ്രിയപ്പെട്ടവരെ. അത് സൂം ഉണ്ടേലും കൊള്ളാം, നെറ്റ് ഉണ്ടേലും കൊള്ളാം, പ്രോഗ്രാം ഉണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. ദൈവമക്കളുടെ അകത്തെ സമാധാനത്തെ എടുക്കാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി ആ ദിവ്യ സമാധാനം അനുഭവിക്കുന്ന ദൈവമക്കളൊക്കെ ഒരല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിക്കാവോ? ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാവോ? നമ്മുടെ പിതാക്കന്മാരൊക്കെ തീക്കനലെ ചവിട്ടുന്നത് പോലുള്ള ജീവിത സാഹചര്യങ്ങളെ ചവിട്ടി നിൽക്കുമ്പോഴും ആത്മനിറവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചതിന്റെ കാര്യം അച്ഛാ, അകത്ത് ദൈവം പകർന്ന ആ ഒരു ബന്ധമാ. കലങ്ങരുത് കേട്ടോ, കലങ്ങരുത്. രാത്രി 11:30 എനിക്ക് ദൈവമക്കളെ ഓർപ്പിക്കാനുള്ളത്, കലങ്ങരുത്. ലോകം തരുന്ന സമാധാനമല്ല സ്വർഗം തരുന്നത്. ഹല്ലേലൂയ. പഴമ്പള്ളിലെ സണ്ണിച്ചായൻ എന്റെ കൂടെ, അദ്ദേഹം എന്റെ ചർച്ചിലെ മെമ്പർ. ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ഒക്കെ അനുഭവങ്ങൾ കൃത്യമായിട്ട് എനിക്കും അദ്ദേഹത്തെ അറിയാം, അദ്ദേഹത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാം, ഒരു റിസോഴ്സിനെ ബേസ് ചെയ്തുള്ളതല്ല നമ്മുടെ അടിത്തറ, മറിച്ച് ഒരു ബന്ധമാണ്. നിത്യതയോളം പിരിയാത്ത ബന്ധം, പിരിയാബന്ധമായത്. പിരിയാബന്ധം കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റുമോ? മരണത്തിന് അടക്കാൻ പറ്റുമോ ഈ ബന്ധത്തെ? ശാബാരാധാൻ ദൈവമക്കൾ പറ, പിരിയാബന്ധമായി. ഒരു വിജനമായ തെരുവിന്റെ അങ്ങേയറ്റത്ത് ഏകാന്തതയുടെ തുരുത്തുന്നത് പോലെ തലയുയർത്തി നിൽക്കുന്ന ആ കല്ലറ, അതിലൂടെ സധൈര്യം നടന്നു നീങ്ങുന്ന ആ കൊച്ചിനെ കണ്ടപ്പോ സഞ്ചാരി ചോദിച്ചു, കുഞ്ഞെ, നിനക്ക് ഈ കല്ലറത്തോട്ടത്തിലൂടെ പോകാൻ പേടിയില്ല? അപ്പൊ കുഞ്ഞദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്ന് തലയുയർത്തി നോക്കിക്കേ, വേണ്ട കല്ലറയ്ക്ക് അപ്പുറം ഒരു വീട് കണ്ടോ? അവിടെ കത്തുന്ന ഒരു വിളക്ക് കണ്ടോ? അതെന്റെ വീടാ. ആ വിളക്ക് കത്തുന്നതിന്റെ കാരണം, ആ വിളക്കിൽ എന്റെ പിതാവ് എന്നെ കാത്തിരിപ്പുണ്ട്. എന്റെ പിതാവ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ കല്ലറയെ അപ്പുറം കടക്കുവാൻ ഭയമില്ല. മരണത്തിനടക്കാൻ പറ്റാത്ത, കല്ലറയ്ക്ക് ഒതുക്കാൻ പറ്റാത്ത ക്രിസ്തീയ പ്രത്യാശ കലങ്ങത്തില്ല. ഈ രാത്രി നമുക്ക് തീരുമാനിക്കാം, ഉള്ളം കലക്കുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അരുമനാഥൻ പറയാ, കലങ്ങരുത്. കാരണം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എന്നെ അനാഥത്വം എന്ന വാക്ക്, ഞാൻ എന്റെ വാക്ക് പരിമിതപ്പെടുത്തുക. അനാഥത്വം എന്ന വാക്ക് ലോകത്തിൽ ആദ്യം ഉപയോഗിച്ചത് വിശ്വവിഖ്യാത ചിന്തകനായ പ്ലേറ്റോയാണ്. പ്ലേറ്റോ വാക്ക് ഉപയോഗിക്കാൻ കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരു ലോക പ്രശസ്ത ചിന്തകനുമായിരുന്ന സോക്രട്ടീസ് മരിച്ച ദിവസം പ്ലേറ്റോ പറഞ്ഞു, ഞങ്ങൾ അനാഥരായി. ഓർഫനോസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ, ഉറ്റവർ ഉപേക്ഷിച്ചതോ, പ്രിയപ്പെട്ടവർ അകന്നതോ, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയാണ്. അനാഥത്വത്തിന്റെ പടിവാതിക്കെ ചെന്ന് നിൽക്കുന്ന സങ്കീർത്തനക്കാരനെ നമുക്ക് കാണാൻ പറ്റും. അയാൾ പറയാ, എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, പക്ഷെ ഞാൻ അനാഥനല്ല. കാരണം എന്നറിയാം, എന്നെ സനാതനനാക്കുന്ന ഒരു കാര്യം, ഇത് ബ്യൂട്ടി ഓഫ് ഗോഡ്, യഹോവയുടെ മനോഹരം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മനോഹരത്വം ആവോളം അനുഭവിക്കാം. അത് അനുഭവിച്ചുകൊണ്ട് ജീവിതയാത്രയിൽ മുന്നോട്ട് യാത്ര ചെയ്യാം. കലങ്ങാതെ യാത്ര ചെയ്യാം, തളരാതെ യാത്ര ചെയ്യാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഥമ രാത്രിയിലെ സന്ദേശം ഞാൻ പരിമിതപ്പെടുത്തുന്നു. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലസ് യു. പാസ്റ്ററെ, മ്യൂട്ടാണ് പാസ്റ്ററെ. സോറി, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങൾക്കൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവ് ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നും കേൾക്കുവാനായിട്ട് കർത്താവ് ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഇന്ന് രാത്രികാലം നാം കേട്ടതായ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്തദാസനിൽ കൂടെ ഇന്ന് രാത്രികാലം നാം 6 കാര്യങ്ങൾ കേൾപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ സ്തോത്രം, സമാധാനവും സന്തോഷവും ദൈവം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രികാലം നാം കേട്ട ദൈവത്തിന്റെ വചനം ധ്യാനിച്ചു. തുടർന്ന ദിവസം നടക്കുന്നതായ നമ്മുടെ കൺവെൻഷനെ ഹല്ലേലൂയ ഓർത്തും, ഹല്ലേലൂയ സ്തോത്രം, കർത്തദാസന്മാരെ ദൈവത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന് വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസൻ, ഹല്ലേലൂയ സ്തോത്രം, പാസ്റ്റർ അനീഷ് ഓർത്തും, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിനെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കടന്നത് എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ഇപ്പോൾ പാസ്റ്റർ ബിജു കുമാർ ഈ വിഷയങ്ങളെ വഹിച്ചപ്പോൾ പ്രാർത്ഥിക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം നമ്മൾ കേട്ട ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രികാലം ആരോടൊക്കെയോ ദൈവത്തിന്റെ ആലോചന ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം നമ്മളോട് അറിയിച്ചു. ഹല്ലേലൂയ. ഹൃദയ നുറുക്കത്തോടെ, ഹല്ലേലൂയ, കലങ്ങിയ ഹൃദയത്തോടു കൂടി ഇന്ന് രാത്രികാലം ആരാണായിരിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഏത് വിഷയത്തിന്മേലാണ് ഇന്ന് രാത്രികാലം നമ്മൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? തിരുവെഴുത്ത് പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലയളവില്, ഹല്ലേലൂയ സ്തോത്രം, ഏകദേശം ഹല്ലേലൂയ അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ, ഹല്ലേലൂയ സ്തോത്രം, ഒന്നുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ഹല്ലേലൂയ സ്തോത്രം, നമുക്കൊന്ന് അടുത്തിയെല്ലാം. യേശു വീണ്ടും വരുമെന്ന് ഇവിടെ വാഗ്ദത്തം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ മനോഹരമായ രാത്രിക്കായി കൺവെൻഷനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ഒന്ന് ചേരുവാൻ, ദൈവത്തോട് ഒന്നുകൂടെ ഒന്ന് അടുക്കുവാനായിട്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ തളർന്നു പോകാതെ, മടുത്തു പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ഒന്ന് ചേരേണ്ടതിനായി ഇന്ന് രാത്രികാലം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രതിസന്ധിയുടെ മധ്യത്തില്, പ്രതികൂലങ്ങളുടെ മധ്യത്തില്, നിരാശകളുടെ മധ്യത്തില്, ഹല്ലേലൂയ സ്തോത്രം, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മടുത്തു പോകാതെ ദൈവത്തിന്റെ സന്നിധിയില് എരിവോടുകൂടി കർത്താവേ, അരുമനാഥന്റെ വരവെങ്കില് ഞങ്ങൾ എടുക്കപ്പെടുവാനാ, നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാനായിട്ട് ഈ ദിവസങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നന്മകളാലും കൃപകളാലും അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന ഞങ്ങളുടെ കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ, വിശാലത വരുത്തണമേ കർത്താവേ. ഇന്ന് രാത്രികാലം ആരാണ് ഭാരത്തോട്, പ്രയാസത്തോട്, ഹല്ലേലൂയ, ഹൃദയ നുറുക്കത്തോടു കൂടി വന്നിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനങ്ങളെ അയച്ച് അവിടുന്ന് വിടുവിക്കേണ്ടതിനായി ഞങ്ങൾ വീട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന താവേ, അവിടുന്ന് ബലപ്പെടുത്തുന്ന ശക്തീകരിക്കണം. കുഞ്ഞുമാസിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന താവേ, ഇന്ന് രാത്രികാലം അടിയൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഇന്ന് രാത്രികാലം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലത്തെ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ ശരീരത്തിന്മേൽ വ്യാപരിച്ചു കർത്താവേ. ആ പുനരുദ്ധാനത്തിന്റെ ശക്തി, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ആ ക്രിസ്തുവിന്റെ സാന്നിധ്യം തന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തണമേ. ഇന്ന് രാത്രികാലം സൂം മീറ്റിംഗിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് തൊടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ. അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും തൃപ്പാദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്റെ പിതാവേ, ആമേൻ. രാത്രികാലം നമ്മളെ അനുഗ്രഹിച്ച വചനത്താൽ നമ്മളെ പ്രബുദ്ധരാക്കിയ ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നന്ദിയോടെ കരങ്ങൾ ഉയർത്തി 3 സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം. പിതൃത്വ പരിശുദ്ധ ആത്മാവാം ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും വാഴുകളും നന്മകളും നാം എല്ലാവരോടും രാത്രി
നമ്മളെ അനുഗ്രഹിച്ച ദൈവവചനത്തിന്റെ സർവാനുഗ്രഹങ്ങളോടും കൂടെ ഇന്ന് നീക്കും കർത്താവിന്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. അരക്കപ്പെട്ട കുഞ്ഞാടായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന പോലെ തന്നെ ഈ രാത്രികാലം കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മ നിറവോടെ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ സഹായിച്ചു. അനുഗ്രഹീതമായിരിക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിന് സമാധാനവും സന്തോഷവും ആവട്ടെ. കർത്താവിന് സ്തോത്രം. ഹരിവനാഥന്റെ വരവേറ്റവും സവ്യവസ്ഥമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ദൈവത്തിന് സ്തോത്രം വിശുദ്ധീകരിക്കപ്പെടുവാൻ ഈ ദിവസങ്ങളിലെ വചന ശുശ്രൂഷ അതിനെ കേൾവി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാത്രി കൃത്യം 7:30 മണിക്ക് തന്നെ, ഇവിടുത്തെ സമയം 7:30 മണി, നാട്ടിൽ 9 മണി. ദൈവത്തിന് സ്തോത്രം. കൃത്യമായി സഭായോഗത്തോട് ചേർന്നായിരിക്കും നടക്കുക. ദൈവത്തിന് സ്തോത്രം. എങ്കിലും കൃത്യമായിരിക്കുന്ന നിലയിൽ സമയങ്ങൾ വേർതിരിച്ച് ദൈവത്തിന് സ്തോത്രം അതിനുവേണ്ടി ക്രമീകരിക്കുകയാണ്. ദൈവത്തിന് പ്രാർത്ഥനയോടെ കടന്നു വരൂ. ദൈവത്തിന് സ്തോത്രം. കൃത്യം 7:30 മണിക്ക് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുക. ദൈവം നമ്മോട് സംസാരിക്കും. സമാധാനത്തോടെ സന്തോഷത്തോടെ മടങ്ങാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ അനീഷ് തോമസ്. ഗോഡ് ബ്ലസ് യു. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. സമാധാനത്തോടെ മടങ്ങാം. ഹല്ലേലൂയ. ദൈവത്തിന് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം നമസ്കാരം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവേ സുഖമായിരിക്കണോ? God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. Praise the Lord. റോബിനെ ഓക്കെ. അനീഷ് പാസേ സ്തോത്രം. സ്തോത്രം. താങ്ക് യു. ബിജു പാസേ പ്രൈസ് ദി ലോർഡ്. എല്ലാരെയും കാണാനൊത്തതിൽ വളരെ സന്തോഷം. എത്രയോ വർഷങ്ങളാണ് നമ്മളവിടെ വന്നു പോകുന്നത് അല്ലേ? സ്തോത്രം. അതെ അതെ. എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം തുടങ്ങിയ സമയത്തൊട്ട് ഞാനുണ്ടെന്ന് തോന്നുന്നു പല പ്രാവശ്യമായിട്ട്. എല്ലാരെയും കാണാൻ ഒത്തതിൽ വളരെ സന്തോഷം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നാളത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കേട്ടോ. ഗോഡ് ബ്ലസ് യു. കർത്താവ് സഹായിക്കട്ടെ. ബൈ 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 ബൈ. God bless. ഓക്കെ.